എന്തൊരു ശാന്തസുന്ദരമായ സ്ഥലം അല്ലേ? അതെ സർ. കൂൾ വെതർ. അന്നമ്മപ്പാളയം. ഫസ്റ്റ് ഡേ ഫസ്റ്റ് സ്റ്റെപ്പ്. ഗംഭീരമായ എൻട്രി. സാർ, എല്ലാവരും എന്താ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നേ? ഇപ്പൊ ഇവിടെ പുതിയതായിട്ട് വന്ന എസ് ഐ. സല്യൂട്ടൊക്കെ പിന്നെ മതി. ആദ്യം പെൻഡിംഗ് കേസ് ഫയലുകളുടെ ലിസ്റ്റ് എടുത്തേ. താനെന്തിനോട് ചിരിക്കുന്നേ ലക്ഷ്മി നരസിംഹ? സാർ, ഐ ആം വെരി സ്ട്രിക്റ്റ്. സാർ, നോ റെക്കമെൻഡേഷൻസ്, നോ റിമാർക്സ്. ഓക്കെ സാർ. ബി അലേർട്ട്. യെസ് സർ. ഫയൽസ് എടുത്തിട്ട് നമ്പറാ. ഫയലൊന്നും ഇല്ല സാറേ. എന്ത്? പിന്നെ ഫയൽസ് ഒക്കെ എവിടെ? ഇല്ല സാറേ. അപ്പോ കേസ് പോലും ഇല്ല സാറേ. ജോക്കാണോ? ഒരു ചെറിയ റിക്വസ്റ്റ് സാറേ. സാറിന്റെ തൊപ്പി എടുത്ത് താഴെ വെച്ചിട്ട് ഡ്യൂട്ടി, എൻകൗണ്ടർ, സീരിയസ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ പറയാതെ ഇവിടെ നടക്കുന്നത് പറയാം. കേക്ക് സാറേ. താൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നേ. സാർ, കേസ് പോലും ഇല്ലാത്ത സ്റ്റേഷനോ? ശരി പറയേ. സാർ, സിൻസിയറായി സീരിയസ് ആയിട്ട് ഡ്യൂട്ടി ചെയ്യാൻ ഇപ്പോൾ ഏതായാലും സാർ വന്നിട്ടില്ലേ? എന്നാ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഓഫീസർ വന്നിരുന്നു സാർ. ഫയൽസൊക്കെ റെഡിയാക്കി വെച്ചിരുന്നതാ സാറേ. ഒരു ദിവസം വട്ടം തെങ്ങ് വെച്ചു. ഭയങ്കര സന്തോഷത്തിലാണല്ലോ. നമ്മുടെ ലാലേട്ടന്റെ സോങ് അല്ലേ ചേട്ടാ? പതിവില്ലാതെ ഇന്നെന്താണോ ഒരു ചെക്ക് പോസ്റ്റ്? അറിയില്ല ചേട്ടാ. ഒന്ന് പോയി ചോദിച്ചേ. എന്തായി മോനെ ഇന്നൊരു ചെക്ക് പോസ്റ്റ്? ഒച്ച വെക്കില്ലടാ. ഇന്നിവിടെ പുതിയ എസ് ഐ ചാർജ് എടുത്തിരിക്കുക. ആള് ഭയങ്കര സിൻസിയറാ. അതിനായി ചെക്കപ്പ് ഒക്കെ. നീ ഒന്ന് നിക്ക്, ഞാൻ പോയി അദ്ദേഹത്തിന് വിളിച്ചോണ്ട് വരാം. ഓക്കെ സാർ, നിങ്ങൾക്കൊരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം. സാറേ, ഒരു ലോറി വന്നിട്ടുണ്ട്. എടാ വിവരം കിട്ടാനേ ഒന്ന് മാറി നിൽക്കേ. എന്താ സാറേ, ലോറിന്ന് ഇറങ്ങാൻ പറ്റാത്ത കുഴപ്പമല്ലോ ഉണ്ടോ? ഇറങ്ങണോ? പോടാ. എന്താ തന്റെ ലോഡ്? പാല്. പാലോ? കോൺസ്റ്റബിൾ സാർ, പാലാണെന്ന് ഇറക്ക്. ചായ ഉണ്ടാക്കി കുടിക്കാം. ഓക്കെ സാർ. നല്ല ആളെടുത്താ സാർ പോയി കുടുങ്ങിയ. പാവം, മരണത്തെ വെല്ലുവിളിക്കുന്നതെന്ന് അറിയില്ല. വാറ്റുചാരായം എവിടാ? പാല് കാണുന്നില്ലല്ലോ. അത് പൂച്ചു കുടിച്ചിട്ട് പോയോ? ഇവിടെ പുതിയതാണെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി. നേരെ ഒരുപാട് വൈകി. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് സാറേ. ഞാൻ ഈ ഡ്രസ് ഇട്ടത് കിടന്ന് ഉറങ്ങാനല്ല, നിന്നെ പോലുള്ളവന്മാരുടെ ഉറക്കം കെടുത്താനാ. കോൺസ്റ്റബിൾ സാർ, ഇവനെ അറസ്റ്റ് ചെയ്തിട്ട് വണ്ടി സീസ് ചെയ്തേക്ക്. ഓക്കെ സാർ. സാറേ, ഈ വണ്ടി കനകമഹാലക്ഷ്മിയുടെയാ. വണ്ടിയും സാധനങ്ങളും തൊട്ട് കളിച്ചാ പിന്നെ ഞങ്ങൾ ആരാന്ന് കാണിച്ചു തരും. എന്താണ്? എന്ത് കാണിക്കുന്നു? എന്ത് കാണിക്കുന്നു? അത്രയ്ക്ക് ചങ്കുണ്ടെങ്കിൽ സ്റ്റേഷനിലേക്ക് വരാൻ പറയടാ. സ്റ്റേഷൻ വരെ എന്തിനാണോ? ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ കാണിച്ചു തരാം. കണ്ടോ? എടാ വീരു, തട്ടിക്കളാടാ ഇവരെ. ചങ്കുണ്ടെങ്കിൽ മുന്നിലേക്ക് വേടാ.
എടാ പോലീസേ, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പാലാണ് ആഹാരമെങ്കിൽ ഞങ്ങളെ പോലുള്ളവർക്ക് ചാരായമാണ് ആഹാരം. അത് ഇഷ്ടപ്പെട്ട് കുടിക്കുന്ന ഞങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ നിനക്കെന്താടാ പ്രശ്നം? ആ സ്ഥലം നിങ്ങളുടെയല്ല, കാച്ചുന്ന പാത്രം നിങ്ങളുടെയല്ല, ചാരായം നിങ്ങളുടെയല്ല, കുടിക്കുന്ന തൊണ്ടയും നിങ്ങളുടെയല്ല. അതൊന്നും ഇല്ലാത്തപ്പോ നിങ്ങൾക്ക് എവിടെയാടാ നോവുന്നത്? പോലീസാന്നും പറഞ്ഞ് എല്ലാവരുടെയും തലയിൽ കയറി ചരയ്ക്കാൻ നോക്കുക. വന്നത് ചാരായത്തിന് വേണ്ടി മാത്രമല്ല, ചാരായത്തിൽ തുടങ്ങിയ നിങ്ങളുടെ സാമ്രാജ്യം മൊത്തം നശിപ്പിക്കാൻ വേണ്ടിയാ. എന്തോ തെളിവ് കിട്ടിയെന്നും പറഞ്ഞ് വെട്ടിപ്പിടിക്കാൻ വന്നതല്ലേ നീ? നീ കടന്നത് വെറും കോട്ടയിലല്ല, രാവണൻ കോട്ടയില. ഈ റാണിയുടെ രാവണലങ്ക. ലങ്ക ഏതായിരുന്നാലും നിന്നെ പോലൊരു ശൂർപ്പണയ്ക്ക് വേണ്ടി ഒരു ലക്ഷ്മണൻ വരും. എന്നെ പോലെ ലക്ഷ്യം കണ്ടേ മുടങ്ങും. നീ വന്നതും എനിക്ക് കുഴി വെട്ടിയതും എല്ലാം എനിക്കറിയാം. അതിനു വേണ്ടിയാടാ നിന്നെ ചാരായം കാണിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിനക്കൊരവസരം തരാം. എന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടോ. ക്ഷമിച്ചു വിട്ടേക്കാൻ ഞാൻ. പോലീസുകാരൻ സല്യൂട്ട് ചെയ്യുന്നത് നാഷണൽ ഫ്ലാഗിനാ. നീ വെറും ഒരു പെണ്ണിന്റെ രൂപമുള്ള റൗഡി. നീ എന്ത് ചെയ്യാനടി? നീ എന്ത് ചെയ്യാനാന്നും പറഞ്ഞ് നിന്നെ പോലെ കുറെ പട്ടികൾ വാലാട്ടി വന്നതാ. അങ്ങനെ ആട്ടിയ എല്ലാത്തിന്റെയും വാല് ഞാൻ അരിഞ്ഞു. എന്റെ വഴിയിൽ തടസ്സം നിന്നാലേ കൊന്നുകളയും ഞാൻ. ഏതവനെങ്കിലും ഈ കനകയെ തൊടാൻ ശ്രമിച്ചാലുണ്ടല്ലോ, പിന്നെ ഒരുത്തനും ജീവനോടെ ഉണ്ടാവില്ല. എന്താണോ ഇത്? ഒരു ദയലാതെ കൊന്നുകളഞ്ഞു. അവൾ ആരാന്നറിയോ? കൊടുങ്ങല്ലൂർ കനകം. ആ മരിച്ചുപോയ SSRല്ലേ, അതാ അവള് കൊന്ന 90ാമത്തെ ആള്. അപ്പോ ഞാൻ 91ാമത്തെ ആണോ? സാറേ, സാറിങ്ങനെ ടെൻഷനാകാതെ. കൂൾ സാർ. സാറൊരു SI അല്ലേ? യെസ്, ഐ എം SI ലക്ഷ്മി നരസിംഹ. ഇതേതായാലും പോട്ടെ, ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇനി വേറെ ഉണ്ടോ? അതെ സാറേ, അതെ. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് ആനപ്പാളയം, അന്നമ്മപ്പാളയം, ഈ 2 ഗ്രാമങ്ങൾക്ക് നടുവിൽ നടന്നൊരു കഥയാണിത്. അമ്മോ, കണ്ണെരിയുന്നമ്മേ. ഈ കാലത്ത് ആരെങ്കിലും ഇതൊക്കെ തേക്കോ? ഷാമ്പു തേച്ചാ മതി അമ്മേ. ആ ഷാമ്പു ഉപയോഗിക്കുന്നോണ്ട് തന്നെ 25 വയസ്സാകുമ്പോഴേക്കും മുടിയെല്ലാം കൊഴിഞ്ഞു പോയി കഷണ്ടിയാവുന്നത്. ഇങ്ങനെ തേച്ചാലേ മുടി പോവാന്നറിയില്ല, പക്ഷെ തീർച്ചയായും കണ്ണടിച്ചു പോകും. ഒന്ന് വെള്ളം ഒഴിക്കണ്ടേ അമ്മേ? നടങ്ങടാ. കണ്ണെരിയുന്നു. അല്ല, പുഴയില് പോത്തിനെ കുളിപ്പിക്കുന്ന പോലെയാണല്ലോ അവനെ കുളിപ്പിക്കുന്നേ. കൊറേ പണി ബാക്കിയുണ്ട്. അമ്മ പറയുന്നത് ശരിയാ അമ്മേ. എന്റെ ചേച്ചിയുടെ ഒരു കാര്യം, ഇപ്പോഴും കുപ്പിപ്പാല് കുടിക്കുന്ന കൊച്ചു കുട്ടിയാന്ന വിചാരം. അടുത്ത ആള് തുടങ്ങി. എടാ ഡ്രാമ കമ്പനി, കണ്ണിന്റെ അകത്തും കൂടി വാരി തേക്ക്. പൗഡർ വല്ലതും ബാക്കിയുണ്ടോ അതോ തീർത്തോ? എന്തടാ തികഞ്ഞില്ല അല്ലേ? ചുമരിനടിക്കുന്ന ചുണ്ണാമ്പ് ബാക്കിയുണ്ട്, വാരി തേച്ചോ, നിറം വെക്കട്ടെ. അവൻ എന്ത് ചെയ്താ നിനക്കെന്താടാ? ചേച്ചിക്ക് ഒന്നും അറിയില്ല, മണ്ടിയ കൊച്ചു കുട്ടിയാണെന്ന് വിചാരം. ഇവന്മാര് തരികടയൊന്നും ചേച്ചിക്ക് അറിയില്ല. അല്ലടാ രംഗ, പറയമ്മേ. നിന്റെ ചേട്ടന്റെ പോക്ക് ഈടെയായിട്ട് അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. അപ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞ ഇപ്പൊ നോക്കിയോ, കളർ ഷർട്ട് ഇട്ട് ഒരുങ്ങി വരുന്ന കാണാം. അതേ ശരിയാടാ. മാത്രമല്ല ഇപ്പൊ നോക്കിയോ, കണ്ണാടി നോക്കി അവൻ തന്നെ ചിരിച്ചോണ്ടിരിക്കും.
അതേടാ ഞാൻ പറഞ്ഞില്ലേ. എടാ ഉം. ഇനി ഇവന് വല്ല ബാധയും കൂടിയതാണോടാ? അമ്മ വിചാരിക്കുന്ന പോലെയൊന്നല്ല, ഇത് മറ്റേതാ. എന്ന് വെച്ചാ അതൊന്നും അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കണ്ണെരിയും നമ്മ ഒന്ന് വെള്ളം ഒഴുകിയേ. അവന് അവന്റെ ഒരു മേക്കപ്പും. നാട്ടിലെ പെമ്പിള്ളാരും മുഴുവനും വളയ്ക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയല്ലേ. എടാ നിന്റെ ജോലി ഹോട്ടലിലാണ്, അല്ലാതെ കലക്ടർ ഓഫീസിലല്ല. വേഗം പോയി മര്യാദയ്ക്ക് ടേബിൾ തുടക്കാൻ നോക്ക്. ഹോട്ടലിലേക്കാണോ അല്ല വേറെ വല്ലയിടത്തേക്കാണോ? അവൻ എങ്ങോട്ട് പോയാ നിനക്ക് എന്താടാ? ഏത് നേരം അവനെ ശല്യം ചെയ്തോണ്ട് പുറകെ നടക്കുക. ഇവരും കെട്ട എന്റെ ഒരു ചേച്ചി അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ ഇവന്മാര് ടിപ് ടോപ്പ് ആയിട്ട് ഡ്രസ്സും ചെയ്ത് പുറത്ത് കറങ്ങി നടക്കുക. അതിനിപ്പോ എന്താടാ? അത് ശരി, മക്കളോടുള്ള സ്നേഹം അനിയനോട് ഉണ്ടായിട്ട് വേണ്ടേ? അമ്മാവാ ആദ്യം പോയി ചമ്മന്തി അരച്ചേ. ആ ശരി ശരി. ഗണേഷ്, ഇന്നത്തെ പ്രത്യേകത എന്താന്ന് പറഞ്ഞേ? മറന്നുപോയോ? 1 വർഷം മുമ്പ് നമ്മൾ ഇവിടെ വെച്ച പരിചയപ്പെട്ടത്. മോളെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ചേരി ഇവിടെ ഉണ്ടോ? കൊച്ചിന്റെ കഴുത്തിന്ന് പറിച്ചെടുത്തതാന്ന് തോന്നുന്നു. ഈ ചെയിൻ നിങ്ങളുടെയാണോ? അതെ അതെ. ഇഡിയറ്റ്. കൊച്ചുകുട്ടിയുടെ കഴുത്തിലെ ചെയിൻ മോഷ്ടിക്കാൻ നാണമില്ലേ നിനക്ക്? ഇങ്ങനെയുള്ളവന്മാരെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. ആ കുട്ടിയുടെ ചെയിൻ പൊട്ടിച്ചിട്ട് ഓടിയത് ഇവനല്ല. അവൻ ഓടി രക്ഷപ്പെട്ടു, ഇവനൊന്നും ചെയ്തിട്ടില്ല. ആ പാവത്തെ വെറുതെ തല്ലി. അയ്യോ സോറി ട്ടോ. അതെ, അത് പിന്നെ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കോ. അന്ന് നടന്ന ആ സംഭവത്തിന് ഞാൻ മാപ്പ് ചോദിക്കാം. സോറി. ക്ഷമിച്ചൊന്നൊന്ന് പറഞ്ഞൂടെ? ഒരു വാക്ക് പറയാൻ അത്ര ബുദ്ധിമുട്ടാ? അവനെ കൊണ്ട് സോറി പറയാൻ പറ്റില്ല മോളെ. അതെന്താ തിരുമേനി? അവനൊരു ഊമയാ മോളെ. നല്ല മനസ്സുള്ളൊരു പയ്യനാ അവൻ. സോറി ട്ടോ. തിരുമേനി ഇപ്പോഴാ എല്ലാം പറഞ്ഞത്. അല്ല, നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ ഇപ്പൊ എന്താ? ആ ദൈവത്തിനും സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾക്കും സംസാരിക്കാൻ പറ്റില്ല. ഇന്ന് മുതൽ നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടായി. നിനക്കും എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. അതുകൊണ്ടാ നിനക്ക് വേണ്ടി ഞാൻ തന്നെ ഐ ലവ് യു പറയുന്നത്. ഐ ലവ് യു. അത് ശരി, നാണിക്കാനൊക്കെ അറിയോ? ഈ പാവം പോലത്തെ മുഖം കാണിച്ചാ നീ എന്നെ വളച്ചത്. ചക്കരക്കുട്ടൻ. പാതിരാത്രിക്ക് SIയെ ക്രൂരമായി കൊന്നു. എവിടെ നോക്കിയാലും കൊല്ലും കൊലയുള്ളല്ലോ. ഇങ്ങോട്ട് വന്നവർക്കൊക്കെ എന്താ വേണ്ടെന്ന് ചോദിച്ചേ. ആ വരുന്നു. ഒന്ന് റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കില്ല. ഏത് നേരം അടിമയെ പോലെട്ട് പണിയെടുപ്പിക്കും. എനിക്ക് മടുത്തു. തനിക്കൊന്നും വേറെ പണിയില്ലേ? ഓസിയില് പേപ്പർ വായിക്കാൻ അങ്ങ് പോന്നോളും. കാശ് സാധനമായി കഴിക്കില്ല. ഹോർലിക്സ് ഉണ്ടാ? ആ ഹോർലിക്സ് എടുത്തോണ്ട് വരാം. ഓസിലും ഞണ്ണാൻ വേണ്ടിയല്ലേ? ആട്ടുകാട്ട കലക്കി തരാം. ആ ചേട്ടാ പോരെ നല്ല ചൂടുള്ള ദോശയുണ്ട്. ഇത് സാധാരണ ദോശയല്ല. അനുഷ്ക, സമന്ത, തമന്ന, ഷക്കീല. വന്നട്ടെ. സമന്ത, തമന്ന, ഇലിയാന. എനിക്കും വേണമല്ലോ അവരെ. ഉണ്ടല്ലോ അല്ലേ? സമന്തയും തമന്നയും ഇലിയാനയും. രാത്രിയിൽ കയറ്റിന്റെ കെട്ടടങ്ങിയില്ലല്ലേ? എടാ നാരി, അതൊക്കെ ദോശകളുടെ പേരാടാ. ദോശയാണോ? ആ ദേ വന്നടാ വനമാല. അവനിപ്പോ പ്രേമബാധ കൂടിയിരിക്കുക. എന്താടാ എല്ലാം കഴിഞ്ഞോ? പൂജയും വഴിപാടും ദർശനവും ഒക്കെ കറങ്ങി നടന്നതൊക്കെ മതി. ആ പാത്രമൊക്കെ മര്യാദയ്ക്ക് കഴുകി വെക്കുക. വൈകുന്നേരം പലഹാരം ഉണ്ടാക്കാനുള്ളതാ. ഒന്നങ്ങോട്ട് തന്നാലുണ്ടല്ലോ, അതെടുത്തോണ്ട് പോടാ. ചേച്ചി നമസ്കാരം. വാടാ സർക്കാരെ. എന്താ ചേച്ചി, അവൻ കാലത്തെ തന്നെ കളി തുടങ്ങിയോ?
അവന് കാലോ നേരോ ഒന്നും ഇല്ലല്ലോ. അവന്റെ കൊതി തീരുന്നത് വരെ കളിച്ചോണ്ടേയിരിക്കും. നമ്മുടെ ബിസിനസ് ഒക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ. പിന്നല്ലാതെ പോലീസും പൊളിറ്റീഷ്യനും റൗഡികളും എല്ലാരെയും ചേച്ചി കൺട്രോൾ വെച്ചിരിക്കല്ലേ. ചേച്ചിയെ തടയാൻ ആർക്കാ ധൈര്യമുള്ളത്? എടി ശാന്തി, DIGക്ക് കൊടുത്തേക്ക്. കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കണം. ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും എന്റെ അടുത്തേക്ക് വന്നു പോരുത്. ആയിക്കോട്ടെ ചേച്ചി. സർ, സാറിനെ കാണാൻ വേണ്ടിയിട്ട് കനകമ്മയുടെ അടുത്തുനിന്ന് സർക്കാർ വന്നിട്ടുണ്ട്. പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയൂ. ഓക്കെ സർ. ചേച്ചി, ചേച്ചി അറിയാതെ തെറ്റ് ചെയ്തു പോയി. എനിക്ക് മാപ്പ് തരണേ. ഇനി ഒരിക്കലും ഞാനിങ്ങനെ ചെയ്യില്ല. എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് തന്നോളൂ. എന്റെ മോളൊന്നും ചെയ്യരുത്. അവളെ വിട്ടേക്ക്. അയ്യോ, അവള് കൊച്ചുകുട്ടിയാ. എനിക്ക് അവളെ ഉള്ളൂ. ചേച്ചി പ്ലീസ് ഒന്നും ചെയ്യരുത് പ്ലീസ്. എന്നും കൂടെയുണ്ടാവും, ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കുമെന്ന് ഇതുപോലെ വാക്ക് തന്നതുകൊണ്ടാ പണം വലിച്ചെറിഞ്ഞ് ജനങ്ങളെ വരട്ടി നിന്നെ MLA സീറ്റിലിരുത്തിയത്. അതൊക്കെ മറന്നിട്ട് എവനോ ഒരു SI ഇറക്കി നീ എന്നെ വരട്ടു അല്ലേ? തെരുവുനായ എന്നും തെരുവുനായായിരിക്കണം. കഴുത്തിൽ സ്വർണ്ണ ചങ്ങല വീണപ്പം വീട്ടുനായാവാൻ നോക്കരുത്. നിനക്കൊട്ടും വിവരമില്ലാത്ത കൊണ്ടാ ഈ കഴുകനെ വേട്ടയാടാൻ നീ കുരുവിയെ പറഞ്ഞയച്ചത്. നിന്റെ കുരുവിയുടെ ഗതി ഇപ്പൊ എന്തായെന്ന് അങ്ങോട്ട് നോക്കടാ. എന്റെ നെഞ്ചത്താ ചവിട്ടിയത്. അതുകൊണ്ട് നീ ഇനി നിന്റെ മോളെ അങ്ങ് മറന്നേക്ക്. മോളെ കല്യാണി, മോളെ കല്യാണി, എന്നെ പൊന്നു മോളെ എഴുന്നേക്ക്. കണ്ണു തുറന്ന് അച്ഛനെ ഒന്ന് നോക്ക് മോളെ. കല്യാണി, ഞാൻ കാരണമാണല്ലോ നിനക്ക് ഈ ഗതി. ഒരു പെണ്ണായി ജനിച്ച നീ ഒരു പെൺകുട്ടിയുടെ മാന കളയാൻ നോക്കിയില്ലേ? നിന്നെ പോലത്തെ പേപ്പട്ടികളെ കൊല്ലുന്നതിൽ ഒരു തെറ്റുമില്ല. സാറേ, സാറേ, അല്ല സാറത് എവിടെയാ? എന്താ സാറേ ഇത്? എന്തിനാ ഇങ്ങനെ തറയിരിക്കുന്നേ? എന്റെ പേന കാണാതെ. എന്താണോ ഇത്? ഈ കനകം MLA കൊന്നു കളഞ്ഞു? അതെ സാറേ. നിങ്ങളെല്ലാം എന്തോ ചെയ്തോണ്ടിരിക്കാണോ? ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞ സംഭവമില്ലേ? സോഷ്യൽ മീഡിയ, കെമിസ്ട്രി മീഡിയ, ഫിസിക്സ് മീഡിയ, മലയാളം മീഡിയ, തെലുങ്ക് മീഡിയ, ഓർഗാനിക് മീഡിയ, ഹ്യൂമൻ റൈറ്റ്സ്, ഇതൊക്കെ ഉണ്ടെന്ന് അറിയില്ലേ? പിന്നെ എന്തിനാണോ പേടിക്കുന്നത്? എന്റെ അമ്മോ, ഇത്രയും മീഡിയ ഒന്നും ഇവിടെ ഇല്ല സാറേ. കൂൾ സാർ. സാർ ഒരു SI അല്ലേ? ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? I am SI. യാ സാർ, ടെൻഷൻ ആകല്ലേ സാറേ. നമുക്കൊരു ചായ കുടിക്കാം. വാ, ഇനി ഒരുപാട് കഥയുണ്ട്. വാ. എടാ, അങ്ങനെ വെള്ളം കോരി ഒഴിക്കാതെ. കല്ലിന്റെ ചൂട് കുറഞ്ഞു പോകും. കല്ലിന് ചൂടുണ്ടെങ്കിൽ ശക്കീര ദോശ ഹോട്ട് ആയിട്ട് ഉണ്ടാവൂ. വെള്ളം ഒഴിച്ചായിരുന്നു. എടാ, എന്റെ മേത്താക്കല്ലേ അങ്ങോട്ട് തള്ളു. എടാ, നിന്നോടാ ചോദിക്കുന്നേ. ഇതിന്റെ വെറുപ്പിക്കല് കുറച്ച് കൂടുന്നുണ്ട്. എന്റെ കയ്യിൽ വല്ലതും കിട്ടും. അല്ല പിന്നെ ദോശ ഒഴിക്കടാ. അവന്റെ ഒരു ബാബേ പറച്ചല്. എടാ വലിയവനെ, എപ്പോഴും പഴയ സ്ഥലത്തിന് ഒഴിക്കല്ലേ. ഒന്ന് അപ്ഡേറ്റ് ആവുക. ഹീറോയിന്റെ പേര് വെച്ചതിന് ശേഷമാണ് കച്ചവടം തന്നെ ചൂട് പിടിച്ചത്. ഇങ്ങനെ ഒഴിച്ചാ എങ്ങനെയാ? ഒന്ന് മര്യാദയ്ക്ക് ഒഴിക്കേ. അവിടെ ഇവിടെ നോക്കാതെ നേരെ നോക്കി ഒഴിക്കേ. അവന്റെ ഒരു ദോശ ഒഴിക്കല്. നിനക്ക് എന്ത് പറ്റിയടി? വല്ലാത്തൊരു ഞെളിയല്. അത് രാത്രി നീ വീട്ടിലേക്ക് വന്ന് എന്നെ എന്തൊക്കെയോ ചെയ്തു ഞാൻ സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം കണ്ടെന്നോ? ചളുങ്ങിയ മോന്തയും കൊണ്ട് വന്നിരിക്കുന്ന അവള്. എന്റെ ചെക്കന്റെ മനസ്സ് നശിപ്പിക്കരുത്. പറഞ്ഞില്ല പിന്നെ. അതൊക്കെ പോട്ടെ, സ്നേഹത്തോടെ ഒരു മസാല ദോശ ഉണ്ടാക്കി തരോ? അമ്മാവാ, മരുമോനെ, ഇവക്ക് അമ്മാവ് മതി. അമ്മാവനൊരു ദോശ. ഞാൻ കണ്ടവന്റെ ഒന്നും വാങ്ങി കഴിക്കില്ല. എന്തോന്ന്? ദോശ.
അവളുടെ ഒരു എടി ഞങ്ങളും പറഞ്ഞ ദോശയെ കുറിച്ച് തന്നെയാ. ഇവക്ക് മനസ്സിലാവണ്ടേ? എടാ മറിച്ചിടറാ, ഇവളെ കാണാൻ നല്ല വെള്ളയപ്പം പോലെ സുന്ദരിയാ. കെട്ടിക്കോടാ. ഒന്ന് മിണ്ടാരി അമ്മാവാ. ഇവളെയോ? ഇവളുടെ അച്ഛന്റെ 2 പോത്തോ. ഞാനും പോയ പിന്നെ 3 എണ്ണാവും. കാലിന്റെ അടിയിൽ ഇരുത്തിട്ടേ പിന്നെ ജീവിതകാലം മുഴുവൻ പാല് കറക്കേണ്ടി വരും. എന്റെ പൊന്നെ വേണ്ടായേ, നീ ചെല്ലടാ. മരുമോനെ പറഞ്ഞേക്കല്ലേ, ഒന്ന് നിക്കണേ. നല്ല പരിപ്പോടെയാടാ. എന്റെ പൊന്നെ അമ്മാവാ, അവളൊന്നും നമ്മുടെ റേഞ്ചിൽ സെറ്റ് ആവില്ലെന്നേ. അപ്പൊ നിനക്ക് ഏത് റേഞ്ചിലാ വേണ്ടത്? പെണ്ണിനെ കാണുമ്പോ തന്നെ ദേഹം ആകെ കിടന്ന് വറക്കണം. അവള് നടന്നു വരുമ്പോഴുണ്ടല്ലോ പൂമഴ പൊഴിയണ എന്റെ അമ്മാവാ. പിന്നെന്താ വേണ്ടേ? നല്ല കാശുകാരിയായിരിക്കണം. അടിപൊളി. അപ്പൊ നിനക്ക് എങ്ങനെയുള്ള പെണ്ണാ വേണ്ടത് മരുമോനെ? ഒരു റിച്ച് ലക്ഷ്മി ദേവി വേണം എന്റെ അമ്മാവാ. റിച്ച് ലക്ഷ്മി ദേവിയോ? ലക്ഷ്മി ദേവി തന്നെ റിച്ച് അല്ലേ? പിന്നെ ഈ റിച്ച് ലക്ഷ്മി ദേവി ആരാ? ഇത് റിച്ചിലോ റിച്ച് ലക്ഷ്മി ദേവി അമ്മാവാ. ഓ, റിച്ചിലോ റിച്ച് ലക്ഷ്മി ദേവി അത്ര. അതിനെ ഈ തല്ലിപ്പൊളി ഹോട്ടൽ ഒരു 5 സ്റ്റാർ ഹോട്ടലായി മാറണം അമ്മാവാ. അപ്പപ്പ ലോലിപ്പപ്പ മാറി പൊഴിഞ്ഞേ, ഞാൻ പഞ്ചവർണ്ണ കിളിയെ കണ്ട് പാറി പറന്നേ. അപ്പപ്പ ലോലിപ്പപ്പ മാറി പൊഴിഞ്ഞേ, ഞാൻ പഞ്ചവർണ്ണ കിളിയെ കണ്ട് പാറി പറന്നേ. ഉച്ചി തൊട്ട് പാദം വരെ ആളി പടർന്നേ, ഉച്ചി തൊട്ട് പാദം വരെ ആളി പടർന്നേ. ആ കള്ളക്കണ്ണിൻ മുള്ളുകൊണ്ട് നെഞ്ച് തകർന്നേ. അപ്പപ്പ ലോലിപ്പപ്പ മാറി പൊഴിഞ്ഞേ, ഞാൻ പഞ്ചവർണ്ണ കിളിയെ കണ്ട് പാറി പറന്നേ. ആഹാ അഹോയ് ഓഹോ അമ്മോയ്. അമ്മമ്മ മുത്തമിട്ട് ജുംകലക്ക പാടിടേണം, അമ്മമ്മ മുത്തമിട്ട് ജുംകലക്ക പാടിടേണം. ജുംകലക്ക പാട്ടുപാടി നൃത്തമൊന്ന് ആടു, നീ മാത്രം വന്നതില്ല. ജുംകലക്ക പാട്ടുപാടി നൃത്തമൊന്ന് ആടു, നീ മാത്രം വന്നതില്ല. മയിലമ്മേ അഴകല്ലേ മയക്കല്ലേ പഞ്ചാരെ നീ, അയ്യോ മയക്കല്ലേ പഞ്ചാരെ നീ. കാറ്റുപോലെ കടലുപോലെ കതിരുപോലെ കനലുപോലെ കനവിലാടി നിലവിലാടി മണ്ണിലാടി വിണ്ണിലാടി കുതിച്ചു ചാടി കിതച്ചു ചാടി മതിച്ചു പായും പുള്ളിമാനായി മദന രാഗ നൃത്തമാടി തപ്പുകൊട്ടി താളമിട്ട് കൂട്ടുകൂടി കുമ്മിയാടി മെയ്യുലഞ്ഞ് മനസ്സുണർന്ന് ഒത്തുചേർന്നു പാട്ടുപാടി. മയിലമ്മേ അഴകല്ലേ മയക്കല്ലേ പഞ്ചാരെ നീ, അമ്മോ മയക്കല്ലേ പഞ്ചാരെ നീ. ജനനമുണ്ടെങ്കിൽ മരണമുണ്ടാകാതിരിക്കില്ല, മരിച്ചവന് പുനർജന്മവും ഉണ്ടാകാതിരിക്കില്ല. വളരെ പ്രധാനപ്പെട്ട ഈ കാര്യം എന്നും ഓർമ്മയിലുണ്ടാവണം. 45 പ്ലസ് 55. ഇയാളെന്താ ചത്തോ? എടേ ഇത് AOBB ആണ്, ഓൾ ഇൻ വൺ ബിൽഡപ്പ് ബാബു. എനി ടൈം എനി വർക്ക് എനി പ്ലേസ്. ഇവിടെ അത്രമാത്രം ബിൽഡപ്പ് ഉണ്ട്. എന്താ കാര്യം അറിയോ? വരുന്ന ശവത്തിന്റെ എന്റെയും ബോഡി അളവ് ഒന്ന് തന്നെയാ. അതിനാണ് അളവെടുക്കാൻ പറഞ്ഞ. ടൈം സേവ് ആയോ ഇല്ലയോ? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് എനിക്ക് പ്രധാനം. നാളെ ബർത്ത് ശരിയല്ലെന്ന് പറഞ്ഞ് വിഷമിക്കാൻ പാടില്ല. അപ്പോ മരണത്തിലും പങ്ക്ച്വാലിറ്റി. നിങ്ങൾ സൂപ്പർ. അത് കൊള്ളാം. നീ കല്ലറ പണിയുന്നവനാണോ? മട്ടുംഭാവം കണ്ടപ്പോ ഞാൻ കരുതി വലിയ ബിൽഡറാണ്. എടോ, ഒരു കല്ലറ കിട്ടുന്നവൻ അത്ര തരതാന്ന് കാണരുത്. താജ്മഹൽ ഒരു കല്ലറയാന്ന് ഓർക്കണം. ഷാജഹാനും അതൊന്നേ പണിതിട്ടുള്ളൂ. പക്ഷെ ഞങ്ങളെ സാറോ 990 പണിതു. ഒരു 10 കൂടെ പണിതാ ഗിന്നസ് ബുക്കിലേക്ക് കയറും. അതിരിക്കട്ടെ, തന്റെ കണ്ണെന്താ ഇങ്ങനെ ഇരിക്കണേ? ഇയാളുടെ അളവ് എടുത്തോടാ. എന്തിനാ ഗുരു? എടാ ആവശ്യം വരൂടാ. എന്നെ വിട്ടേക്ക്, ഞാൻ പോവാ. അവിടെ നിക്ക്, എല്ലാവർക്കും ഡിസ്കൗണ്ട്. ഇവിടെ നിന്നാ നീ എനിക്ക് കുഴി വെട്ടും. നമുക്കായിട്ടുള്ള കസ്റ്റമർ വരുന്നുണ്ടാ. എന്റെ അമ്മോ, എന്തൊരു അടിപൊളി ഡാൻസ്. അവിടെ തന്നെ. അയ്യടാ, അതെ ഗുരു, എത്ര ഫ്രഷ് ബോഡിയെന്ന് നോക്കിയേ. ഒന്ന് മാറിക്കേ. കുടിച്ചിട്ട് തീരെ ചാടിയിരിക്കുന്നു. അതുകൊണ്ടാ ശരീരം മുഴുവൻ കരിഞ്ഞ. വിവരമില്ലാത്തവൻ. കാശ് എന്നല്ലേ, ഞാനങ്ങ് പോയേക്കാം. നീ ഒന്ന് അങ്ങോട്ട് വന്നേ. ഞാൻ എന്തെടുത്ത് തരാനാ? ഇതുവരെ എനിക്ക് പേയ്മെന്റ് കിട്ടിയില്ല. എനിക്കതൊന്നും അറിയണ്ട, എന്റെ കാശാ, ഞാൻ പോയേക്കാം. ലാസ്റ്റ് ടൈം ഇങ്ങനെ തന്നെ ചെയ്തത്. ഇത്തവണ കാശ് തന്നില്ലെങ്കിലേ എന്റെ ആൾക്കാർ ഒന്ന് എന്താ ചെയ്യാന്നറിയില്ല. അങ്ങനെയല്ല മോളെ, അവൻ ഒരു പിശുക്കനാ. 10 രൂപ കൊടുത്ത് ജ്യൂസ് പോലും കുടിക്കില്ല. അവൻ എങ്ങനെയാ തരിക? നാളെ ഒരു ഷോപ്പ് ഓപ്പണിംഗ് ഉണ്ട്. നിന്റെ ബാലൻസ് മുഴുവൻ ഞാൻ ബരാബറാക്കി തരും. മനസ്സിലായില്ലേ? ക്ലിയർ ചെയ്യാന്ന്. ആഹാ, ഓക്കെ. ഏത് ഹീറോയിനാ വരുന്നത്? നിന്നേക്കാളും വലിയ ഹീറോയിൻ ആരാ ഉള്ളേ? അവരെല്ലാരും മേക്കപ്പ് അല്ലേ? അത് മാറ്റിയ പാക്കപ്പ്. നിനക്ക് മേക്കപ്പ് ഇല്ലാതെ തന്നെ സൂപ്പർ ഗെറ്റപ്പ് അല്ലേ? അടിപൊളി ഫിഗർ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കട്രീന കൈഫിന്റെ ഡ്രസ് വരെ റെഡിയാക്കിയിട്ടുണ്ട്. റിച്ച് കാറ് വരും. അടിച്ച് പൊളിക്ക്. ഈ പബ്ലിസിറ്റിയോടെ പബ്ലിക് ഫിഗർ ആകും നീ. ദുൽഖറിന്റെ സിനിമയിലെ ഹീറോയിൻ ആകും നീ. പ്രോമിസ്? പ്രോമിസ്. ദേ ഇവനാണ് സത്യം.
എന്റെ അമ്മോ, ഇവള് പൊളിയാണല്ലോ. എന്റെ റിച്ച് ലക്ഷ്മിയെ കിട്ടിയെന്നാ തോന്നുന്നേ. ചേടാ, അയാള് പറഞ്ഞതുപോലെ തന്നെ കാശ് തന്നല്ലോ. ഇന്ന് കളക്ഷൻ ശരിക്കും അടിപൊളിയാ. 500, 5000, നീ ഇവിടെ ഉണ്ടായിരുന്നു എന്റെ റിച്ച് ലക്ഷ്മി. എന്റെ ഈശ്വരാ. 8500, 9000, 10. കനകത്തിന്റെ കഥ കേട്ട് സാറ് ടെൻഷനായില്ലേ? അല്ലേ, അതുകൊണ്ട് ഒരു മസാലക്കഥ ഇട്ടതാ സാറേ. എടോ അതൊക്കെ പിന്നാകാം സാറേ. ആദ്യം കനകത്തിന്റെ ലക്ഷ്യം എന്താണ്? എന്തിനാണ് എല്ലാരും കൊല്ലുന്നതൊക്കെ പറ. സാറേ, കൊടുങ്ങല്ലൂർ കനകത്തിന് ഒരു ലക്ഷ്യമുണ്ട് സാറേ. ഇത്രയും നാളും ഭൂമിയിലായിരുന്നു അവളുടെ ബിസിനസ്. ഇപ്പൊ വെള്ളത്തിലിറങ്ങി ബിസിനസ് നടത്തണമെന്നൊരു മോഹം. എന്താ വെള്ളത്തിന് മുകളിൽ കെട്ടിടമുണ്ടാക്കി വിൽക്കാൻ പോവാണോ? അത് ഞാൻ ചോദിച്ചിട്ട് പറയാം. ആദ്യം നടന്നു പറയടോ. ഓരോ വർഷവും 100 കോടിക്കുള്ള ബിസിനസ്സായി പോർട്ടിൽ നടക്കുന്നത്. സ്വർണ്ണ ഖനിയുണ്ട് ഇവിടെ. ഈ കോൺട്രാക്ടിന് വേണ്ടിയാ വർഷങ്ങളായി എന്റെ ചേച്ചി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ കനകൻ ചേച്ചി ടെൻഡർ കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും മത്സരിക്കാനുള്ള ധൈര്യം ആർക്കാണോ ഉള്ളത്? എന്താടാ നിനക്ക് വേണോ? സോറി സർക്കാരെ, ഈ ടെൻഡർ കനക ചേച്ചിക്കുള്ളതാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാ. ഓഫീസറെ, ഈ കാര്യം ആദ്യം ഞങ്ങളോട് പറയാറുന്നില്ലേ? സോറി സർക്കാരെ. എടാ വേടാ. ഞങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ ടെൻഡർ വേറെ ആർക്കും കിട്ടരുത്, മനസ്സിലായല്ലോ? എന്താടാ വീരാസ്വാമി, ഇത് നിന്റെ ഏരിയ ആണോ? ഡൗട്ടുണ്ടാ? ഇതാരാണെന്ന് നിനക്കറിയോ? സിംഗപ്പൂർ, മലേഷ്യ, ശ്രീലങ്കയിലുള്ള പോർട്ടെല്ലാം ഇദ്ദേഹത്തിന്റെയാ. ഈ സമുദ്രത്തിന്റെ രാജാവാണ് ഇയാള്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ സീ കിങ് എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നത്, അറിയോ? വീരാസ്വാമി സാർ, നീ പറഞ്ഞ കനകത്തിന്റെ പട്ടികളെ ഉമ്മാനാണ്? അതെ സാർ, ഇവര് തന്നെയാ. എടാ, കരയിൽ വേണമെങ്കിൽ നിന്റെ ചേച്ചി ക്വീൻ ആയിരിക്കാം, പക്ഷെ സമുദ്രത്തിൽ ഞാനാണ് കിങ്. ആര് വിചാരിച്ചാലും വന്ന് ചെയ്യാനിത് റൗഡിസം ഒന്നും അല്ലടാ. ബിസിനസ് കൈയെഴുത്ത് പോലും ഇടാൻ അറിയാത്ത ബാച്ചുകൾക്ക് വേണ്ടിയൊന്നുമില്ല, കൈയെഴുത്തിടാൻ അറിയുന്ന ആൾക്കാർ വേണം ഇവിടെ. എന്റെ ചേച്ചിക്കെതിരെ നിന്ന ഒരുത്തനും ഇതുവരെ എവിടെ നിന്ന് ജീവനോടെ പോയിട്ടില്ല. അത് തന്നെയാണ് ഞാനും പറയുന്നത്. സമുദ്രത്തിനെതിരായി വരാൻ പാടില്ലെന്ന് പറഞ്ഞേക്കും. വന്നാ പിന്നെ മുങ്ങിച്ചാകേണ്ടി വരും. ചാരായം കാച്ചുന്നവർക്ക് പോർട്ടിൽ എന്താടാ പണി? ഈ പോർട്ട് എന്റെ ആണെന്ന് നിന്റെ ചേച്ചിയോട് പോയി പറയടാ. അവൻ പുള്ളിപ്പുലിയെ കണ്ടിട്ടുണ്ടാവും, ചീറ്റപ്പുലിയെയും കണ്ടിട്ടുണ്ടാവും. ഞാൻ സാരി ഉടുത്ത സിംഹിണിയാടാ. ഞാൻ വേട്ടയാടിയ എന്തായിരിക്കും അവസ്ഥയെന്ന് അവൻ അറിയണം. അലക്കരൂപ സുന്ദരി, അഹങ്കാര രൂപിണി, അന്ധകാര ഭൂപതി ഇവൾ. പ്രതികാര ദുർഗ, കഠിന ഹൃദയ ഖഡ്ഗം, കർമ്മകാണ്ഡമുദയം ആയതേ. ദേഹമാകെ രക്തവർണ്ണ തിലകമോഹിനി, ചുടലവേഗ നടനമാടി വെൽവതാരനീ. ദേശം രൗദ്രം ഭാവം ക്രോധം, കഥകൾ കഥ തുടരവേ, വേതാളം മൊഴിയവേ, തീർപ്പ് ചൊല്ലു മരജനായി നീ. എരിയട്ടെ സർവവും, മറയട്ടെ ലോകവും, ശത്രുവിന്റെ മൃത്യുരൂപം നീ. ശിവന്യേ ശിവന്യേ ശിവന്യേ
ശിവന്യേ ശിവന്യേ. നിങ്ങളുടെ പവർ അറിയാതെ നിങ്ങളോട് കളിക്കാൻ എന്നോട് ക്ഷമിക്കണം. ഡാ, ഞാൻ വെച്ചത് വിരലടയാളമല്ല, രാജമുദ്രയാ. ജീവനോടെ ഉള്ളിടത്തോളം കാലം ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, നിന്റെ ഈ ജീവൻ ഞാൻ തന്ന പിച്ചയാണെന്ന കാര്യം. പോടാ. അതെന്താ ചേച്ചി അവനെ കൊല്ലാതെ വിട്ടെ? ഡാ, ഇപ്പൊ ഇവനെ കൊന്നാലേ ഈ നാട്ടുകാര് മാത്രമേ പേടിക്കൂ. അവനെ വിട്ടയച്ചാലേ സിംഗപ്പൂര് മുതൽ ശ്രീലങ്ക വരെ എല്ലാരും പേടിക്കും. ഞാനൊന്നും ഒട്ടും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചേ, പക്ഷെ ഇന്നത്തെ കളശം അടിപൊളിയാ. അതെ മനോനെ, എല്ലാരും ഷക്കീലയാണ് വാങ്ങി കഴിച്ചത്. എന്ത് പറ്റിയമ്മേ? മുഖത്തൊരു വാട്ടം. എന്ത് ചെയ്യാനാടാ മോനെ? എന്ത് പറ്റിയമ്മേ? നിന്റെ ചേട്ടന്റെ കല്യാണം നടത്താൻ നോക്കിയിട്ട് ഒരു ബന്ധം പോലും ശരിയാവണില്ല. പെണ്ണുങ്ങൾ വന്ന് ലൈനിൽ നിൽക്കാൻ അവനെന്താ മമ്മൂക്കയുടെ മോൻ ദുൽഖറാണ്? മതി നിർത്ത. അമ്മാവാ ഒന്ന് മിണ്ടായിരുന്നേ. അമ്മ പറയാമ്മേ. എടാ രംഗ, നമുക്ക് ആ ജോത്സരെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. വാ. അമ്മേ, അയാൾ പറയുന്ന കള്ളാന്ന് നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട്. എന്നിട്ട് എന്തിനാ നമ്മൾ അങ്ങോട്ട് പോകുന്നേ? ഇപ്പൊ ഇതൊക്കെ ഫോണിൽ പോലെ അറിയാൻ പറ്റുമേ. എന്തോന്നാ ഫോണിലോ? എടുത്ത് കാണിക്കേ. എവിടെ കാണിച്ചേ? അവന്റെ നാളെ നക്ഷത്രവും പറഞ്ഞ് 5 മിനിറ്റ് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. മകരൻ രാശി, ഉത്തരാട നക്ഷത്രം. കിട്ടിയോടാ? എവിടെ നോക്കട്ടെ. അവന് സംസാരശേഷിയില്ല, നമ്മ വിഷമിക്കണ്ട. എടാ, അവൻ ഊമയാന്ന് അതിനെങ്ങനെ അറിയാനാടാ? അമ്മ ഇപ്പൊ എല്ലാം ഫോണിൽ അറിയാൻ പറ്റൂന്നേ. ഇടയ്ക്ക് ഇങ്ങനെ സംസാരിച്ച് ഞാൻ ഒന്നും പറയില്ല. പറയടാ, ഞാൻ കേക്കാം. പറയേ. അങ്ങനെ വഴിക്ക് വാ. നീ പറയടാ. നീ ആദ്യം ആ ഫോൺ കട്ടാക്കിയേ. ഓൾറെഡി അമ്മയുടെ മോൻ പ്രേമത്തിലാന്ന്. ഇന്നോ നാളെയായിട്ട് അവന്റെ കല്യാണം കഴിയും. എടാ, അതെന്റെ മോന്റെ ജാതകം തന്നെയാണോ? അല്ല, ടോനോന്റെ ജാതക. പിന്നെന്ത് ചോദ്യം അത്? എടാ, നീ മിണ്ടിപ്പോരുത്. അവനെ ഞാൻ അറിയാതെ ഒരു കാര്യവും ചെയ്യില്ല. അവൻ ഞാൻ അറിയാതെ എവിടെ പോയി കല്യാണം കഴിക്കാനാ? എല്ലാ അമ്പലത്തിലും പോയി നോക്കിയാ അറിയാം. നിങ്ങക്ക് അവൻ ഊമയായതുകൊണ്ട് അവനോട് ഒരു വിലയില്ലാതായി പോയിരിക്കുക. അവന്റെ കാര്യത്തിൽ എനിക്കുള്ള വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അമ്മേ, അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് സീരിയൽ നോക്കിക്കൊണ്ടിരുന്നോ? ഞാൻ പോയിട്ട് അമ്മേ. അമ്മേ. എടാ, ഏതാടാ ഈ പെൺകുട്ടി? അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞപ്പോ അമ്മ വിശ്വസിച്ചില്ലല്ലോ. ദേ, ഈ കുട്ടിയാണ് അമ്മയുടെ മോൻ പ്രേമിക്കുന്നത്. ഇത്രയും ദിവസം അവൻ പാവമാണ്, അവൻ ഇതൊന്നും അറിയില്ലെന്ന് പറഞ്ഞോണ്ടിരുന്നേ. ഞങ്ങൾ മണ്ടന്മാരാണെന്നർത്ഥം. എടാ, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ലടാ. ഇതൊക്കെയാണ് ചേച്ചി വിശ്വസിക്കാൻ പറ്റാത്ത സത്യങ്ങൾ. മോളെ, നീ ശരിക്കും അവനെ ഇഷ്ടപ്പെട്ടിട്ടാണോ അതോ സഹതാപം തോന്നിയിട്ടാണോ? സഹതാപം തോന്നി സ്നേഹിക്കുന്നത് മനുഷ്യനെ കണ്ട, മനസ്സ് കണ്ട് സ്നേഹിച്ചാൽ അതാണ് യഥാർത്ഥ സ്നേഹം. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്റെ വാക്ക് അദ്ദേഹത്തിന്റെ ശബ്ദമായി മാറും. വന്നല്ലോ അമ്പലപ്രേമി. വാടാ. ചേട്ടാ നമസ്കാരം. നീ എന്താടാ പറഞ്ഞ പെണ്ണിനോട്? മര്യാദക്ക് സത്യം പറഞ്ഞോ? നീ ആ പെണ്ണിനോട് എന്തോ പറഞ്ഞോന്ന് പോലീസിൽ കേസ് കൊടുത്തിട്ട് വന്നിരിക്കുക. മിണ്ടാതിരി ചേച്ചി, ചേച്ചിക്കൊന്നും അറിയില്ല. ഇവൻ ആ പെണ്ണിനോട് വേണ്ടാത്ത എന്തോ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേ? മര്യാദക്ക് പറഞ്ഞോ? എടാ കണ്ടോ? മോളെന്നോട് എല്ലാം പറഞ്ഞു. അപ്പൊ ഇവളെ നിനക്ക് ഒരുപാട് ഇഷ്ടാണല്ലേ? എന്തായാലും അവസാനം എന്റെ മോന് ചേരുന്നൊരു പെണ്ണിനെ കിട്ടി. എന്റെ മോനായതുകൊണ്ട് മാത്രം പറയല്ല, ചെറുപ്പത്തിലെ ഇവരുടെ അച്ഛൻ മരിച്ചു. അന്നു മുതല് ഈ കുടുംബത്തിലെ പ്രാരാബ്ധം മുഴുവൻ ഇവനാ ചുമക്കുന്നത്. ഇന്ന് വരെ ഇവന്റെ ജീവിതത്തിൽ ഇരുട്ട് മാത്രമായിരുന്നു. ഇന്ന് വെളിച്ചവുമായി നീ വന്നിരിക്കുക. എനിക്കൊരുപാട് സന്തോഷമുണ്ട് മോളെ. എത്രയും പെട്ടെന്ന് നിന്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ച് നിങ്ങളുടെ കല്യാണം നടത്തേണ്ടത് എന്റെ ചുമതലയാണ്. എടിയേ, ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ പോയോളൂ എങ്ങോട്ടാടി പോയത്? ദിവസവും കുടിച്ചിട്ട് വന്നാൽ എങ്ങനെയാ? ചാരായം കുടിച്ചു കുടിച്ച് നാട്ടിലെ ജനങ്ങളൊക്കെ മരിക്കുക. നിങ്ങൾ എന്താ മാറില്ലേ? ഇത് കനകത്തിന്റെ ചാരായ. ഇത് കുടിച്ചില്ലെങ്കിലേ ചത്തുപോവുള്ളൂ. കുടിച്ചാ ചാവത്തില്ല. കനകത്തിന്റെ ചാരായം കുടിക്കണമെങ്കിലേ ഭാഗ്യമുള്ളവരെ പറ്റൂ. അതെ, നിങ്ങൾ നന്നാവില്ല. പുഷ്പ,
അവിടെ നിക്ക്. ഈ കോളേജിൽ പോയതാണോ അല്ലെങ്കിൽ വല്ലവന്റെ കൂടെ കറങ്ങാൻ പോയതാണോ? എങ്ങോട്ടാടി പോയിട്ട് വരുന്നത്? നിങ്ങളൊരു അച്ഛനാണോ? എന്ത് ചോദ്യാ ഇത്? മോളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിങ്ങൾക്ക് നാണല്ലേ? എടിയേ, ഞാൻ ഇപ്പൊ ഇവളോട് ഇങ്ങനെ സംസാരിച്ചില്ലെങ്കിലേ ഇവള് വേറെ അവന്റെ അടുത്തെങ്കിലും സംസാരിച്ച് ഒളിച്ചോടി പോവും. അപ്പൊ നാട്ടുകാരുടെ മുമ്പേ നാണം കിടേണ്ടതേ ഞാനാ. അതിലും നല്ലതല്ലേ ഇപ്പൊ ഇവളോട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അയാൾ പറയുന്നത് നീ കേക്കണ്ട. നീ അകത്തേക്ക് വാ. എടേ, നാശം പിടിച്ചവൻ. ഛേ, പ്രായമുള്ള മകൾ വീട്ടിലുണ്ടെന്ന വിചാരം പോലും ഇല്ല. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം മോളെ? എടുത്തോണ്ട് വാടി. ആ, കൊണ്ടുവരാ. അതിനല്ലേ ഞാനിവിടെ നിക്കുന്നേ. കൊണ്ടുവരാ. എന്റെ കാലം നിന്റെ അച്ഛനാ. വരട്ടെ, നിക്ക്. ഇതാ തിന്ന്. എന്താടി വലിച്ചെറിയണേ? വന്നങ്ങട് തന്നാലുണ്ടല്ലോ. കൈ ഓങ്ങാണ്ട് തിന്നാൻ നോക്ക്. ദേഷ്യത്തിനൊന്നും ഒരു കുറവില്ല. ആ വടക്കിട്ട് പോയി പണി നോക്കടി. ഇപ്പൊ പറഞ്ഞ ശരിയാവില്ലെന്ന് തോന്നുന്നു. കൊറേ ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. മരിച്ചാ പിന്നെ വന്നല്ലേ പറ്റൂ. ഞങ്ങൾക്ക് ഇനി ആരാമ്മേ വയർ നിറച്ച് ഭക്ഷണം ഉണ്ടാക്കി തരിക? അമ്മേ, 100 വയസ്സ് വരെ ജീവിക്കാന്ന് പറഞ്ഞതല്ലേ എന്റെ അമ്മ. എന്താ മരുമോനെ, അമ്മയമ്മയോട് ഭയങ്കര സ്നേഹാണെന്നാ തോന്നേ. അവളുടെ പൊട്ടി കരച്ചിൽ കണ്ടില്ലേ? കണ്ടിട്ട് നല്ല ആരോഗ്യമുണ്ടല്ലോ. പിന്നെ എങ്ങനെയാ മരിച്ചത്? ഇപ്രായത്തിൽ അങ്ങനെയൊക്കെ നടക്കൂടാ. നീ എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെയല്ല അമ്മ, സ്റ്റെപ്പ് വഴിയും താഴെ വീണാ. ആദ്യമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് പെർഫോമൻസ് കലക്കണം. ഋഷിലക്ഷ്മി എന്താ ചീപ്പായിട്ട് ട്രാക്ടറിൽ വന്ന് ഇറങ്ങുന്നേ? നീ ഒന്ന് വിഷമിക്കട്ടാ, ദുൽഖറിന്റെ നായികയാവാം. ഇയാളെന്താ ഇവിടെ? ഒന്ന് അനങ്ങി നടക്ക്, വേഗം ആവട്ടെ. വാ വാ വാന്നേ. എന്താ മാവാ? ഒന്നുമില്ല. കരയണ്ട, ആരോഗ്യത്തിന് ഹാനികരമാണ്. അയ്യോ പാവം. എന്താടാ നോക്കി പേടിപ്പിക്കണോ? കണ്ടിട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലെ ഉണ്ടല്ലോ. ജൂനിയർ ആർട്ടിസ്റ്റ് ഒന്നുമല്ല. ഈ നാട്ടിൽ ആര് ചത്താലും ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ തന്നെ എടുക്കണം. ഈ പെണ്ണിനെന്താ ഇവിടെ പണി? ഞങ്ങളുടെ ബാച്ച ശവത്തിന്റെ മുമ്പ് ഡാൻസ് കളിക്കുന്നവരാ. ശവത്തിന്റെ മുമ്പില് ഡാൻസ് കളിക്കുന്നവര്. എടാ മോനെ, സൂക്ഷിക്കണം, നിന്റെ വല്ലതും കത്തിപ്പോവും. അയ്യോ, ഇപ്പൊ കത്തിയനെ. പറടാ. ഇവിടെ ശവത്തിന് മുമ്പ് ഗുരുവിന് വേണ്ടി എല്ലാരും കാത്തിരിക്കുക. നിങ്ങൾ എവിടെയാ? ഞാൻ എവിടെ ഉണ്ടാവാനാ? ശ്മശാനത്തിലുണ്ട്. അപ്പൊ ശവോ? എടാ, വീസ ഇല്ലാതെ വിദേശത്തേക്ക് പോകാൻ പറ്റുമോ അറിഞ്ഞൂടാ. പക്ഷെ ഞാനില്ലാതെ ശവം ശ്മശാനത്തിൽ എത്തുവാടാ. അത് ശരിയാ ഗുരു. ഏതായാലും ഇപ്പൊ ഒരു ശവം കിട്ടിയിട്ടുണ്ട്. അതെയോ? അതിന്റെ സംസ്കാരം നടത്താനാ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഈ തള്ളയുടെ ശവം എന്താ? അത് വല്ല ബോളിവുഡ് ഹീറോയിനാണോ? പ്രത്യേകിച്ച് ഞാൻ വന്ന് കാണാൻ. നീ ഒരു കാര്യം ചെയ്യേ, അതിന് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്ക്. ആരാ? ഞാനോ? ഫസ്റ്റ് ടൈം ഗുരു ഇല്ലാതെ ശിഷ്യൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോകുന്നു. ഓക്കെ ഗുരുവേ. വടക്കേ മൂലയില് നല്ലൊരു സ്ഥലമുണ്ട്, അവിടെ പണിയാം. എന്താ പണിയാൻ പോന്നേ? കല്ലറേ. ഓ, വീടാന്ന് വിചാരിച്ചു. ആയിക്കോട്ടെ ആയിക്കോട്ടെ, കൊടുത്തിട്ട് വരാവേ. ഒന്നങ്ങോട്ട് നോക്കിയ മരുമോനെ, നിന്റെ ഋഷിലക്ഷ്മി ദേവിയെ ശവത്തിന് മുമ്പിൽ ഡാൻസ് കളിക്കുന്നവളാ. എന്താ മാവാ? സത്യം? എന്നോട് എന്തിനാ ചോദിക്കുന്നത്? അതൊന്ന് പൊക്കി നോക്ക്. ലക്ഷ്മി ദേവി, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? അപ്പൊ നീ റിച്ച് അല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു റിച്ച് ആണെന്ന്. നീ റിച്ചാന്ന് പറഞ്ഞ് നിന്റെ പുറകെ കറങ്ങി എന്നെ വേണം പറയാൻ. ഞാൻ പറഞ്ഞോ കറങ്ങാൻ? ഗീത, ഡാൻസർ ഗീത. 3000 തന്നാ നിന്റെ വീടിന്റെ മുമ്പിൽ ഞാൻ ഡാൻസ് കളിക്കും. 5000 തന്നാ സെന്ററിൽ ഡാൻസ് കളിക്കും. 9000 രൂപ തന്നാ ശവത്തിന്റെ മുമ്പിൽ ഡാൻസ് കളിക്കും. നീ പണക്കാരിയെന്നാ ഞാൻ കരുതിയെ, പെട്ടി ഓട്ടോക്കാരിയെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒന്ന് പോളോട്, എനിക്കൊരു ജോലി നോക്കണം. മുത്തശ്ശി, വിവരം കിട്ടാനാണെന്ന് ഇപ്പഴാ മനസ്സിലായത്. വിഷമിക്കണ്ട. ഏതായാലും കാശുണ്ടാക്കാം. ഡാൻസ് കളിച്ചേ. അല്ല, നിങ്ങൾ ചത്തന്നാണല്ലോ അറിഞ്ഞ. ഇവിടെ എന്തൊക്കെയാ നടക്കണേ? എന്താ ഉണ്ടായെന്ന് അറിയില്ല. ഇന്നലെ രാത്രി തലവേദന എടുത്തിട്ട് മരുമോളുടെ ഗുളിക വാങ്ങി കഴിച്ചതാ. അത് കഴിച്ചു കഴിഞ്ഞപ്പോ പിന്നെന്താ സംഭവിച്ചെന്ന് ഒരു പിടുത്തമില്ല. അല്ല മോളെ, എന്ത് ഗുളികയാ തന്നത്? അത് തലവേദനയുടെ ഗുളിക അമ്മേ തന്നത്. അത് അമ്മയുടെ തലവേദന തീർക്കാനോ അത് അമ്മയെ തന്നെ തീർക്കാനോ? വാട്ട് മകൻ വാട്ട് മരുമകൾ. അമ്മായിയമ്മയെ അമ്മയെ പോലെ കാണണമെന്നാ പറയാറ്. പക്ഷെ നീ ആ പാവത്തിനെ കൊന്നു കളഞ്ഞോ അല്ലേ? അവളുടെ മോന്ത ഉണ്ടല്ലേ. നീ എന്ത് പണിയാടായി കാണിച്ചേ? നിന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന അമ്മയല്ലടാ നീ ഭൂമിയിൽ കുഴിച്ചിടാൻ നോക്കിയത്. നിന്നെ പോലുള്ളവനെയൊക്കെ ജീവനോടെ കുഴിച്ചു മുടണം. എടാ മരുവനെ, നിന്നൊന്നും ജീവനോടെ വിടാൻ പാടില്ല. നിനക്കൊന്നും അതിനുള്ള അർഹതയില്ല. വെറും 25 ലക്ഷത്തിന് വേണ്ടി 25 കൊല്ലം വളർത്തി അമ്മയെ കൊല്ലാൻ നോക്കിയല്ലേ? എന്താ മേഡം?
ഡോ, ഒന്ന് പോയേ. കുറെ നേരം പുറകെ നടക്കുന്നു. എന്തൊരു ശല്യം അത്. നിനക്ക് റിച്ച് പെണ്ണിനെയല്ലേ വേണ്ടത്? പോയി നോക്കിക്കോ. അങ്ങനെയൊന്നും ഇല്ലെന്നേ. മിണ്ടി പോയത്. അങ്ങനെയൊന്നും ഇല്ല. ലൈഫിലെ റിച്ച് പെണ്ണിനെ വേണമെന്ന് വിചാരിച്ചൊക്കെ സത്യമാണ്. പക്ഷേ ഞാൻ എപ്പോ നിന്നെ കണ്ടോ ലൈഫില് നീ മാത്രം മതിയെന്ന തീരുമാനത്തിലെത്തി. ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയാം. ഒരു മിനിറ്റേ. നല്ല വലിയ പൂവ്. ലവ് യു ഡി. നീ ഒന്ന് മൂളിയാ മതി. ഇഡ്ലിയും സാമ്പാറും പോലെ, ദോശയും ചമ്മന്തിയും പോലെ നമുക്ക് ഒരുമിച്ച് ചേരാന്നേ. ഒരു റിയാക്ഷനും ഇല്ലല്ലോ. എന്റെ ഈശ്വര, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, ആരും കാണുന്നില്ല. ഈശ്വര, എന്നെ കാത്തോണേ. ഇതെങ്ങനെയെങ്കിലും വർക്കൗട്ട് ആവണം. എന്റെ പ്ലീസ്. എന്തേടി ചെവിക്കല്ല് പൊട്ടിച്ചു കളഞ്ഞല്ലോ. ലവായി കഴിഞ്ഞാലേ ആ പയ്യന് പിന്നെ ആ പെണ്ണിനോട് എല്ലാ റൈറ്റ്സും ഉണ്ടാവും. അപ്പോ നീ ഇപ്പോ എന്നെ എന്തൊരു ഭക്തി. ഓം നമോ വെങ്കടേശായ. എടാ ആ ഗുരുവേ, സിനിമയ്ക്ക് ആർട്ടിസ്റ്റ്, അവിടെ കല്ലറയ്ക്ക്, ഇവിടെ ദീപോത്സവം. എന്തിനാണേലും നമ്മൾ തന്നെ വേണം. അതുകൊണ്ടല്ലേ ഗുരുവേ ഗുരുവിനെ എല്ലാവരും AOBB എന്ന് വിളിക്കുന്നത്. ഓൾ ഇൻ വൺ ബിൽഡപ്പ് ബാബു. ഓ അങ്ങനെ. നിങ്ങൾ എന്ത് പണി ചെയ്താലും ചടപടേ എന്നിരിക്കും. പെട്ടെന്ന്. ശരിയാ. എനിക്ക് കുറച്ച് എന്നാ പിടിച്ചോ. അതെ സേഠ്ജി, ഞങ്ങളുടെ അടുത്തുള്ള കളികളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഏതിനെ വേണമെന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ കയ്യിലുള്ള കിളികളൊക്കെ ഒന്നിനും കൊള്ളത്തില്ലെന്നാ ഞങ്ങളുടെ ദുബായ് ഷേഖ് പറയുന്നത്. അവരെ കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ലെന്ന്. വെള്ളം മൂട് പോലും സ്പോയിൽ ആവുന്നെന്ന്. ഷേഖിനോട് ചോദിക്കേ എങ്ങനത്തെ പെണ്ണാ വേണ്ടെന്ന്. എന്തിനാ സർക്കാർ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിങ്ങൾ ഷേഖിന്റെ അടുത്തൊന്ന് പെൺകുട്ടികൾക്ക് വേണ്ടി എത്ര പണം പിടിച്ചെന്ന് എനിക്കല്ലേ അറിയൂ. ഇത് കണ്ടില്ലേ? ഇത് കോഴിയുടെ കഴുത്ത് മാത്രം വെട്ടാനുള്ളതല്ല, നിന്നെ പോലത്തെ കഴുത്ത് വെട്ടാനും അറിയാതിന്. മനസ്സിലായടാ? ഈ സർക്കാരിനോട് സംസാരിക്കുമ്പോ നോക്കിയും കണ്ടും സംസാരിക്കണം. നിങ്ങളൊന്ന് സമാധാനപ്പെടും സർക്കാർ. സേഠ്ജി, ഞാൻ കുറച്ച് സമയം എന്താ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനം നിങ്ങളുടെ മുൻപിലെത്തും. മുത്തച്ഛ മോളെ അതെ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ അവിടെയൊക്കെ അന്വേഷിക്കായിരുന്നു. മുത്തച്ഛനൊരു കാര്യം അറിയോ? എന്താ മോളെ അത്? എന്റെ കോളേജിൽ ഞാനാ ഫസ്റ്റ്. മുത്തച്ഛൻ ഒരുപാട് സന്തോഷായി. മോളെ പഠിത്തത്തിൽ നീ സരസ്വതി അല്ലേ? നിനക്കല്ലാതെ വേറെ ആർക്ക് ഫസ്റ്റ് കിട്ടാനാ? മോളെ ഇത് കാണാൻ നിന്റെ അച്ഛൻ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം സന്തോഷിച്ചാനെ. അതുകൊണ്ട് എന്താ, മുത്തച്ഛൻ എന്നെ നല്ലോണം നോക്കിയില്ലേ, എന്നെ പഠിപ്പിച്ചു. ഇതിൽ കൂടുതൽ എനിക്ക് എന്താ വേണ്ടേ? മിടുക്കി കുട്ടിയല്ലേ. എന്റെ അമ്മോ, മുത്തശ്ശനും കൊച്ചുമോളും തമ്മിൽ ഭയങ്കര സ്നേഹപ്രകടനമാണല്ലോ നടക്കുന്ന. എന്താ കാര്യം? നീ ഒന്നും മിണ്ടാതിരിക്കരങ്ക. എന്റെ കൊച്ചുമോളെ ക്ലാസ്സിൽ ഫസ്റ്റ്, അതറിയോ നിനക്ക്? ഇവൾ ഇപ്പോഴല്ലേ, ഞാൻ എപ്പോഴേ ഫസ്റ്റ്. അത് ഏതിലാടാ? തോൽക്കുന്നതില്. ഈ മുത്തശ്ശനൊരു പാവ. നീ നന്നായിട്ട് പഠിച്ച് ഒരു കളക്ടറായി നമ്മുടെ ചെറിയ ഈ ഗ്രാമത്തെ വലിയ സിറ്റി ആക്കി മാറ്റണം. ഓക്കെ അല്ലേ? മുത്തശ്ശൻ ഞാൻ ഇറങ്ങട്ടെ. കടയുടെ അടുത്ത് കസ്റ്റമർ വെയിറ്റിംഗാ. ഓക്കെ അല്ലേ? ബൈ. ഇവന്റെ ഒരു കാര്യം, ആർക്ക് എന്ത് സഹായം വേണേലും ഇവൻ ഓടി എത്തിക്കോളും. ഇന്ന് വരെ ഞാൻ ഈ ഭൂമിയിൽ ചെയ്യാത്ത ഒരു ബിസിനസ്സും ഇല്ല. വെള്ളത്തിന്റെ കാര്യം എന്തായി ഓഫീസറെ? എത്ര കാലം വെച്ചാ ഞാൻ കാത്തിരിക്കുക? നടന്നുകൊണ്ടിരിക്കുക മാഡം. ഇത്തവണത്തെ കോൺട്രാക്ട് ഉറപ്പായി നമുക്കാ. നമസ്കാരം ചേച്ചി. ആരാടാ പെണ്ണ്? അതോ നമ്മുടെ ജോലിക്കാരൻ വെങ്കയുടെ മോളാ. ഓ, അയാളുടെ മോളാണോ? അവള് തന്നെ ചേച്ചി. ചെറുപ്പത്തിൽ എപ്പോഴോ കണ്ടതാ. നീ അങ്ങ് വളർന്ന് വലുതായല്ലോ. ചേച്ചി, എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. ചേച്ചി മറക്കാതെ വന്ന് എന്നെ ആശീർവദിക്കണം. എടി ശാന്തേ, നിന്റെ അച്ഛൻ കുറെ കാലം ഇവിടെ വിശ്വസ്തനായി ജോലി ചെയ്തതാ. തീർച്ചയായും വന്നേക്കാൻ പോയിക്കോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. മാഡം, കോടതിയിൽ നിന്ന് കോൾ വന്നിരുന്നു.
വല്ലാതെ വിയർത്തിട്ടുണ്ട്, ഒന്ന് തുടച്ചതാ. അങ്ങോട്ടൊന്നും നോക്കണ്ട, ഞാൻ പറഞ്ഞു നീ കേട്ടില്ലെന്നുണ്ടോ? തുടക്കടേ, അതുകൊണ്ടല്ല, ഇതുകൊണ്ട് തുടക്കടേ. വണ്ടി എടുക്കടാ. എങ്ങോട്ട് നോക്കിയാടി വണ്ടി ഓടിക്കുന്ന നാണം കെട്ടവളെ? പോടി. വണ്ടി എടുക്കടാ. എടാ ഓഫീസറെ, ടെൻഡർ എനിക്ക് കിട്ടുമെന്നല്ലേ പറഞ്ഞത്? ഇതുവരെ കിട്ടിയില്ലല്ലോ. ടെൻഡർ എനിക്ക് കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ ഒരിഞ്ഞു കളയും ഞാൻ. ടെൻഡർ നിങ്ങൾക്ക് കിട്ടണമെന്നും ഹലോ ഫയൽ റെഡിയാക്കി അയച്ചിട്ടുണ്ട് മാഡം. എന്തുകൊണ്ട് വന്നില്ലെന്ന് എനിക്ക് അറിയില്ല മാഡം. സത്യം പറയുന്നുണ്ടോ ഇല്ലയോ? മാഡം, ഈ കോൺട്രാക്ട് നമുക്കാണ് കിട്ടിയിരിക്കുന്നത്. ഈ സമുദ്രത്തിലെ ഓരോ തിരമാലയും എന്റെ സ്വപ്നമാടാ. ആ തിരമാലകൾ എന്റെ കിരീടമാവണം. ഈ സമുദ്രം മുഴുവൻ എന്റെ സാമ്രാജ്യമാവണം. ഇതിന് തടസ്സം നിൽക്കുന്നവരാരായാലും ഇതിൽ മുക്കി കൊന്നുകളയും ഞാൻ. എങ്കിൽ പിന്നെ സെലിബ്രേഷൻ തുടങ്ങിട്ട ശേഷം എല്ലാവർക്കും സീറ്റ്സ് വാങ്ങിച്ചു കൊടുക്കണു. എന്തായാലും പ്രശ്നമൊക്കെ തീർന്നല്ലോ. കനകത്തിന്റെ ലക്ഷ്യം നിറവേറി. പ്രോബ്ലം സോൾവ്ഡ്. എന്റെ അമ്മോ, ഇപ്പഴാ ഒന്ന് റിലാക്സ് ആയത്. എന്താ തന്നിലൊരു റിയാക്ഷനും കാണുന്നില്ലല്ലോ? ഹലോ ഹെഡേ, എന്തു പറ്റി? സാറേ, യഥാർത്ഥ കഥ ഇനിയാ തുടങ്ങാൻ പോകുന്നു സാറേ. ഒരു കേസുമില്ലായിരുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കേസ് വന്നു സാറേ. ഒരൊറ്റ കേസ്. ഈ പാവം മനുഷ്യന്റെ കൊച്ചുമോള് ലതയെ ആ സർക്കാർ ദുബായ് ഷേക്കിന് വിറ്റു. അവന്മാരെല്ലാം ചേർന്ന് ലതയെ ക്രൂരമായി പീഡിപ്പിച്ചു. അതിനുശേഷം ലത ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആ പാവ മനുഷ്യൻ പലതവണ കേസ് കൊടുക്കാനായി സ്റ്റേഷനിലേക്ക് വന്നു. കനകത്തോടുള്ള പേടി കാരണം ഞങ്ങൾ അയാളെ ഓടിച്ചു വിട്ടു. അപ്പോഴാണ് രംഗൻ ആ മനുഷ്യനുമായി സ്റ്റേഷനിലേക്ക് വന്നത്. ഒന്ന് നോക്കിയേ, നടന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ കംപ്ലൈന്റ് വാങ്ങിക്കണ്ടേ? ആ കടമ നിങ്ങളുടേതല്ലേ? എടാ രംഗ, നാടിനെ സംരക്ഷിക്കുന്നവരാണ് പോലീസ്. അങ്ങനത്തെ ചിന്തയൊന്നും ഞങ്ങൾക്കില്ല. നീ ആ സർക്കാരിനെതിരെ പരാതി കൊടുത്ത് കനകത്തോട് ഏറ്റുമുട്ടിയാലുണ്ടല്ലോ, അത് അന്വേഷിക്കാൻ പോകുന്ന ഞങ്ങളുടെ അവസ്ഥ എന്താകും? ഞങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താകും? ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ ആ കനകത്തിന്റെ അടുത്ത് പണയം വെച്ചിരിക്കുകയാടാ. അത് സർക്കാരാടാ, ഞങ്ങൾ വെറും പോലീസാണ്. ഞങ്ങൾക്ക് പോലും ഇതിൽ വിശ്വാസമില്ല. എടാ, ഈ നാട്ടിൽ ഇതൊക്കെ കോമൺ ആടാ. ആവശ്യമില്ലാതെ ജീവൻ കളയണ്ട. നീ നിന്റെ പണി നോക്കിട്ട് നോക്കിയേ. എനിക്കിതൊന്നും അറിയണ്ട. ഈ കേസിൽ നിങ്ങൾ ആക്ഷൻ എടുത്തിരിക്കണം. മാത്രമല്ല സർക്കാരിനെ അറസ്റ്റ് ചെയ്യണം. ഇതെന്താണെന്നറിയോ? താൻ എനിക്കെതിരെ കൊടുത്ത കംപ്ലൈന്റ് പേപ്പറാ. തന്നെ ഇതുപോലെ കത്തിച്ചിട്ട് കൃഷിയിൽ നഷ്ടമുണ്ടായപ്പോ താൻ സ്വയം കത്തിച്ച് ആത്മഹത്യ ചെയ്തതാണ് പറഞ്ഞാലും അപ്പോഴും ഈ പോലീസുകാർക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ലടോ പന്നക്കളവാ. അവരോട് കളിക്കണ്ട, വേണ്ടെന്ന് പറഞ്ഞില്ലേ? നീ അടങ്ങ്. നിനക്ക് അവളെ കുറിച്ച് അറിയാൻ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്ക് കൂട്ടുവന്നത്. ചേട്ടാ, ചേട്ടൻ അവന്റെ കാല് പിടിക്കുന്നേ? എന്തിനാ അവന്റെ കാല് പിടിക്കുന്നേന്ന്? വേണ്ട ചേട്ടാ, ആ ഊമയാണ് ചേട്ടാ. അവന് ഒന്നും അറിയില്ല. പാവ വിട്ടേക്ക്. എടാ വെറുതെ ഇരിക്കടാ, ഒന്ന് വെറുതെ ഇരിക്കേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എടാ രംഗ, ഇയാൾക്ക് വേണ്ടി വന്നാൽ നിന്നെ ഞാൻ കൊല്ലും. ഈ സർക്കാരിനോട് കളിക്കുന്നത് മരണം ഇറന്നു വാങ്ങുന്ന പോലെയാ. ഇനി അവൻ ഒരിക്കലും വരില്ല. വിട്ടേക്ക്. വണ്ടി എടുക്കടാ. എടാ പറ്റില്ലല്ലോ.
നിന്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ച് നിങ്ങളുടെ കല്യാണം നടത്തേണ്ടത് എന്റെ ചുമതലയാണ്. ഞാൻ ഇപ്പൊ ഇവളോട് ഇങ്ങനെ സംസാരിച്ചില്ലെങ്കിലേ ഇവള് വേറെ അവന്റെ അടുത്ത് സംസാരിച്ച് ഒളിച്ചോടി പോവും. എന്താ ഇത്? അല്ല, നാളെ നിന്റെ പിറന്നാളല്ലേ? അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. എന്തോ ചേട്ടാ, എന്താ ചേട്ടന്റെ പിറന്നാളിന് എനിക്കെന്തിനാ പുതിയ ഡ്രസ്? ചേട്ടൻ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്നാ മേടിച്ചോ, പുതിയ ഡ്രസ്സാ, നിനക്ക് അടിപൊളിയായിരിക്കും. ചെല്ലേ. എങ്ങനെയുണ്ട്? ഏട്ടന് വേണ്ടി ഞാൻ മേടിച്ചാ. വേഗം ചെന്നിട്ടോണ്ട് വാ. എടാ, നിങ്ങൾ രണ്ടുപേരും ഇന്നും ഇങ്ങനെ തന്നെ സന്തോഷമായി ഒരുമിച്ചുണ്ടാവണം. ഒരമ്മയ്ക്ക് ഇതിൽ കൂടുതൽ സന്തോഷം എന്തുണ്ടാവാനാ? നിന്റെ അച്ഛനെ പോലെ തന്നെ നിനക്കും വളരെ നല്ല മനസ്സാ. ഇന്ന് നിന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടാവും, അറിയോ? നീ എന്നും ഇതുപോലെ തന്നെ സന്തോഷായി ഒരുപാട് കാലം ജീവിക്കണം. ചേച്ചി, എന്തിനാ ചേച്ചി കരയുന്നേ? ചേച്ചി, ഇവരുടെ കാര്യത്തിൽ ചേച്ചിക്കും ചേട്ടനും എന്തുമാത്രം ഉത്തരവാദിത്തം ഉണ്ടോ? അമ്മാവനായ എനിക്കും അത്രയും ഉത്തരവാദിത്തം ഉണ്ട്. ചേച്ചിക്ക് അറിയില്ല ചേട്ടൻ മരിക്കുന്ന സമയത്ത് എന്താ പറഞ്ഞെന്നറിയോ? അത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എടാ, നീ എന്റെ അളിയനാ. ഇനി നീ വേണം രണ്ടുപേരെയും നോക്കണമെന്ന് ചേട്ടനോട് പറഞ്ഞിട്ടാ പോയത്. പറഞ്ഞു. അതുകൊണ്ടല്ലേ നാട്ടിലെ കൃഷിയും ജോലിയൊക്കെ വിട്ടിട്ട് കല്യാണം പോലും കഴിക്കാതെ ഇവരൊരു നിലയിൽ എത്തിക്കാനല്ലേ ഞാൻ വന്നത്. ചേച്ചിക്ക് മാത്രമല്ല ഉത്തരവാദിത്തം, ഒരു അമ്മാവനായ എനിക്കും ഉണ്ട്. ഇവരെ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. ചേച്ചി വിഷമിക്കേണ്ട. അല്ലട രംഗ, അങ്ങനെയല്ലേ? നീ വിഷമിക്കേണ്ട, നിനക്ക് ഞാനുണ്ട്. ചേച്ചി, ഇനി ഇവരെ കുറിച്ച് ഓർത്ത് ഒരിക്കലും വിഷമിക്കരുത്. എടാ രംഗ, നാളെ ഇവന്റെ പിറന്നാളാ. മുഴുവൻ നാട്ടുകാരെയും വിളിച്ചു വരുത്തി നമുക്ക് ആഘോഷിക്കണം. ചേച്ചി, നാളെ എന്തൊക്കെ സ്പെഷ്യലാ ഉണ്ടാക്കാൻ പോകുന്നേ? അവന് പായസം എന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടാ. അതുണ്ടാക്കാം. എന്നാ പായസം ഉണ്ടാക്കാം. പായസം എന്തിനാ, നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അങ്ങനെ പറയടാ മരുമോനെ, നാളെ പൊളിക്കാം. ഒന്ന് എഴുന്നേക്ക്, വേഗം എഴുന്നേക്ക്. ഒരു കാര്യമുണ്ട്, വാടാ. എന്താ? ഞാൻ പറയാം, നീ ആദ്യം വാ. ചേട്ടാ, ചേട്ടാ, എന്ത് ചേട്ടാ? ചേട്ടാ, ഒന്ന് എഴുന്നേക്കണ്ട ചേട്ടാ. അമ്മാവാ, ചേട്ടാ, എടാ ഒന്ന് എഴുന്നേക്ക്. പോക്കറ്റിൽ നീ കത്ത് കിട്ടിയടാ. പുഷ്പ എന്നെ പറ്റിച്ചു. എന്റെ മരണത്തിന് കാരണം പുഷ്പയാണ്. എന്താണ് എഴുതിയിരിക്കുന്നത്? എന്താണ് പറയടാ, പറയേ, പറയടാ. തിങ്കൾ പൂവേ, തിങ്കൾ പൂവേ, മറഞ്ഞതെന്തേ പറയൂ നീ. നോവിൻ കൂട്ടിൽ രാവിൻ കാറ്റിൽ ഏകയായി പാടും കൺമണി. മോഹങ്ങൾ വാടിയെന്നാലും നെടുമരം ചായുമോ വീണു പോകുമോ? മേഘങ്ങൾ മൂടിയെന്നാലും നിന്നിലെ സൂര്യന്റെ താപം പോകുമോ? മരണത്തേരിൽ നീ മറഞ്ഞാൽ ആർദ്രഹൃദയം താങ്ങുമോ? തിങ്കൾ പൂവേ, തിങ്കൾ പൂവേ, മറഞ്ഞതെന്തേ പറയൂ നീ. നോവിൻ കൂട്ടി
കൂട്ടിൽ രാവിൻ കാറ്റിൽ ഏകയായി പാടും കൺമണി. മോഹങ്ങൾ വാടി എന്നാലും മരം ചായുമോ വീണു പോകുമോ? മേഘങ്ങൾ മൂടി എന്നാലും ഈ സൂര്യന്റെ താപം പോകുമോ? കനവു കണ്ട മോഹം ഇവിടെ കണ്ണീർ മഴയിൽ നനയുന്നു. വേവുന്ന നോവും നീറുന്ന മനസ്സും കാണാതെ നീയും പോകുന്നു. തിങ്കൾ പൂവേ മറഞ്ഞതെന്തേ പറയൂ നീ? നോവിൻ കൂട്ടിൽ രാവിൻ കാറ്റിൽ ഏകയായി പാടും കൺമണി. മനസ്സിലുള്ള പ്രണയവും മണ്ണിലടിഞ്ഞു മറഞ്ഞുപോയി. കാലമിവിടെ സാക്ഷിയായി കഥകളെല്ലാം ബാക്കിയായി. പിരിഞ്ഞു നിന്ന നിറങ്ങളെല്ലാം ഇവിടെ കൊഴിഞ്ഞു വീഴുന്നു. എന്റെ മനസ്സിൻ ലക്ഷ്യമെല്ലാം മതിലിൻ ചാരേ മറയുന്നു. തിങ്കൾ പൂവേ സ്നേഹമിവിടെ ശിക്ഷയോ? ഉള്ളിനുള്ളിൽ ഉരുകി വീണു തകർന്നു പോയൻ ഹൃദയവും. മോഹങ്ങൾ വാടിയെന്നാലും നെടുമരം ചായുമോ വീണു പോകുമോ? മേഘങ്ങൾ മൂടിയെന്നാലും നിന്നിലെ സൂര്യന്റെ താപം പോകുമോ? മരണത്തേരിൽ നീ മറഞ്ഞാൽ ആർദ്രഹൃദയം താങ്ങുമോ? തിങ്കൾ പൂവേ മറഞ്ഞതെന്തേ പറയൂ നീ? നോവിൻ കൂട്ടിൽ രാവിൻ കാറ്റിൽ ഏകയാ. എന്തു പറ്റി സാറേ? എനിക്ക് ഒരു ലവ് സ്റ്റോറി ഉണ്ടായിരുന്നോ? അതെയോ? അത് ഫെയിലായി പോയി. എന്തോ പെട്ടെന്ന് അത് ഓർമ്മ വന്നു. സാറേ, ആവശ്യമില്ലാതെ ലവ് സ്റ്റോറി പറഞ്ഞ് സാറിന് ഞാൻ വിഷമിപ്പിച്ചോ? ഇങ്ങനെ വിഷമിക്കല്ലേ സാറേ. കൺട്രോൾ യുവർ സെൽഫ്. ഇറ്റ്സ് ഓക്കെ. എന്റെ പ്രേമകഥയൊക്കെ അവിടെ ഇരിക്കട്ടെ ശേഷു. അല്ല, ആ കനകത്തിന്റെ കഥ എന്താ? എസ്ഐയെ കൊന്നു, MLA-യും കൊന്നുകളി, ആ മിണ്ടാപ്രാണിയും അവൾ കൊന്നുകളി, ബാക്കി എല്ലാവരെയും ഭീഷണിപ്പെടുത്തി. ആ സർക്കാർ പെണ്ണുങ്ങളെയൊക്കെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തടയാൻ ഒരുത്തരും ധൈര്യമില്ല. അങ്ങനെ ഒരാൾ വന്നു സാറേ. ഡയറിംഗ് ഡാഷിംഗ് ഡൈനാമിക് ഓഫീസർ ഒരാൾ വന്നു സാറേ. ആരാടാ നീ? ശങ്കർ, ശിവശങ്കർ.
എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ശിവശങ്കർ. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇതുപോലത്തെ പോലീസുകാരുടെ ഒപ്പം കളിക്കുന്നതേ ജീവന് തന്നെ ഹാനികരമാണ്. ഗ്രാമത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയുക. ഇനി കൊലപാതകം ഉണ്ടാവില്ല, ആത്മഹത്യ ഉണ്ടാവില്ല, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ഉണ്ടാവില്ല. ലോസായ ഓരോ കേസും റീഓപ്പൺ ആകും. Now the real game starts. ഹയ്യടാ, എന്നോടാണോ നിന്റെ കളി? രാജാവിനെ പൂട്ടി. അഞ്ജലിയുടെ കേസ് എന്തായി? അതോ അവന്റെ കൂടെ ഓടിപ്പോയില്ലേ? ഞാൻ തോറ്റോണ്ടിരിക്കുകയാണല്ലോ. എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും ഇല്ല അല്ലേ? ഇനി എന്താ? നിന്റെ രാജാവിന്റെ വഴി അടച്ചു. ആനകളും കുതിരകളും പിന്നെ ഭടന്മാരും എത്ര തടസ്സം വന്നാലും വേറെ റൂട്ടിൽ വരൂടെ. ഞാൻ ആരാന്നറിയോ നിനക്ക്? ഇത്രയും നാളും ചോദിക്കാനും പറയാനും ആരും ഇല്ലാതെ അഹങ്കരിച്ചിരിക്കായിരുന്നു നിങ്ങളൊക്കെ. ഇപ്പൊ ഞാൻ വന്നില്ലേ, നിന്റെ ബോഡിയിലുള്ള ഓരോ കൊഴുപ്പ് ഞാൻ അരിച്ചെടുത്തോളടാ. ഗോവിന്ദൻ സർ, ഒരു സ്ട്രോങ് ചായ പറഞ്ഞ. യെസ് സർ. ചേച്ചിയുടെ ആളാണെന്ന് അറിഞ്ഞിട്ടാണോ നിന്റെ കളി? കളിക്ക്. നിന്റെ കളി എന്റെ ചേച്ചി വരുന്നവരേ ഉള്ളൂ, കേട്ടോ? നിന്റെ ചേച്ചിയോട് എത്രയും പെട്ടെന്ന് വരണ്ട. എടാ പോലീസേ, കേട്ടോടാ സൗണ്ട്. എന്റെ ചേച്ചി വന്നിട്ടുണ്ട്. ഇനി നിന്റെ കളി ക്ലോസ്. എനിക്ക് ചേച്ചി ചതിക്കുഴി വെട്ടിയിട്ടാണോടാ കസര എടുത്തിടുന്നത്? കാക്കി ഈ കനകത്തിന്റെ സാമ്രാജ്യത്തിൽ കടന്ന് സർക്കാരിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര ധൈര്യം ഉണ്ടാവണം നിനക്ക്? ഈ നാടിന്റെ അതിർത്തി കടന്നു വരുന്ന ഏത് പോലീസായാലും എന്റെ കാലടിയിൽ കിടക്കണം, അല്ലെങ്കിൽ കളി പഠിപ്പിക്കും ഞാൻ. മര്യാദയ്ക്ക് സർക്കാരിനെ പുറത്തു വിടണോ അതോ നിന്നെ കൊന്നു കൊണ്ടുപോണോ? നിന്റെ വാക്കുകളുടെ മൂർച്ച, നിന്റെ നോട്ടം, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ശരീരത്തുള്ള എല്ലാ ഞരമ്പും നിന്നെ അറസ്റ്റ് ചെയ്യാൻ പറയാണല്ലോ. എന്റെ ചേച്ചിയോടെ നിന്റെ കളിയല്ലേ? ഇവളെന്താ വലിയ ഫ്രീഡം ഫൈറ്റർ ആണോടാ? വരുന്നതിന് മുമ്പ് ചരിത്ര പുസ്തകമൊക്കെ വായിക്കാനായിട്ട്
ആഫ്റ്റർ ഓൾ കോഞ്ചി കൊനകമല്ലേ? എടാ പോലീസേ, നിന്റെ നാവിനാണ് നീളമെന്ന് കരുതി കൈക്ക് നീളം ഉണ്ടെന്ന് കരുതിയില്ല. ഈ കനകത്തോട് കളിച്ചാലുണ്ടല്ലോ 1 സെക്കൻഡ് മതി നിന്നെ കൊല്ലാൻ. കട്ടൗട്ടിലാണ് അഹങ്കാരമുള്ളെന്നാ വിചാരിച്ച. പക്ഷേ നിന്റെ ചേച്ചി നേരിട്ടും വന്നപ്പോഴും ഭയങ്കര അഹങ്കാരമാണ് ഇവിടെ. എന്നെ വെറുപ്പിക്കരുത്, ചത്തുപോകും നീ. സർക്കാരിനെ ഇറക്കി വിട. ഏയ്, നീ പറയുന്നതൊക്കെ ചെയ്യാൻ ഞാൻ നിന്റെ ജോലിക്കാരനൊന്നുമല്ല, പോലീസുകാരനാ. നിന്നെ പോലെ ഒരുപാട് പോലീസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, കൊന്നിട്ടുമുണ്ട്. കൊന്നേക്കടാ ഇവനെ. കൊല്ലുവോ നീ? മനുഷ്യന്റെ ജീവന്റെ വാല്യൂ മാനത്തിന്റെ വാല്യൂ അറിയാതെ നീക്ക് എങ്ങനെയാ പറഞ്ഞ? നീ മനുഷ്യയാണോ അതോ മൃഗമാണോ? അമ്മയുടെ സാരി തുമ്പും പിടിച്ച് ഒളിച്ച് പേടിച്ച് വളർന്നവളല്ലടാ ഞാൻ. ധൈര്യത്തോടെ അച്ഛന്റെ തോളത്ത് കയറിയിരുന്ന് ചുറ്റും നടക്കുന്ന ബിസിനസ്സുകളെല്ലാം കണ്ട് അധ്വാനിച്ച് ഉയരത്തിലെത്തിയ സിംഹിണിയാടാ. കണ്ടില്ലേ, നിന്റെ കൗണ്ട് ഓൺ സ്റ്റാർട്ടായി കനകം. ഒരു മൂലയ്ക്ക് കുത്തിയിരുന്ന് കണക്കെഴുതാൻ നോക്ക്. 1, 2, 3. പക്ഷെ കണക്കെഴുതുന്ന ഓരോ നിമിഷവും എന്നെക്കുറിച്ച് ആലോചിക്കണം. എന്റെ പേര് ശങ്കർ, എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ശങ്കർ. എടാ ബല്ലാരി, ബല്ലാരി! എന്താ ഉണ്ടായത്? ഒരു പുതിയ പോലീസ് നായി വന്നിട്ടുണ്ട്. സർക്കാരിനെ അറസ്റ്റ് ചെയ്ത് എന്നെ തന്നെ വെല്ലുവിളിക്കുന്നടാ. നിങ്ങൾ വെല്ലുവിളിക്കേ, എന്നാ പിന്നെ അവന്റെ അവസാനം അതേ സ്റ്റേഷൻ തന്നെയായിരിക്കും. ബല്ലാരി, നമുക്ക് തടസ്സം വന്ന കൊടുങ്കാറ്റ് അവനായിരിക്കും. അവനോട് സൂക്ഷിച്ചേറ്റുമുട്ടണം. പയ്യെ ചെന്ന് സർക്കാരിനെ വിളിച്ചോണ്ട് വാ. ഇത് ബെയിൽ പേപ്പറാണ്. സർക്കാരിനെ റിലീസ് ചെയ്യണം. ചേച്ചി, ചേച്ചി, എന്താ ചേച്ചി ഇത്? ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെയാ? ഇന്നലെ മുതൽ പച്ചവെള്ളം കുടിച്ചിട്ടില്ല. വന്ന് എന്തെങ്കിലും കഴിക്കുക ചേച്ചി. ചേച്ചിയെ നാട്ടിൽ കൊണ്ടുപോയി കുറച്ചു ദിവസം നിർത്തണം. പുഷ്പയുടെ അച്ഛനും അമ്മയും അവിടെ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. അവിടെ ആളുകൾ സംസാരിക്കുന്ന കേട്ടതാ. ശരി, നീ വീട്ടിലേക്ക് ചെല്ല്. കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ പുഷ്പ എന്നെ ചതിച്ചു. എന്റെ മരണത്തിന് കാരണം പുഷ്പ. ഇന്ന് ഗണേഷ്. എവിടെയാടാ നിന്റെ മകൾ പുഷ്പ? സാറേ, എന്റെ മോക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല സാറേ. പക്ഷേ ഈ നാട്ടുകാരൊക്കെ എന്റെ മോൾ ആരെയാ പറ്റിച്ചെന്ന് പറഞ്ഞ് വെറുതെ കുറ്റം ചുമത്തുവാ സാറേ. ഇവക്ക് നെഞ്ചുവേദന ഉള്ളതാ സാറേ. ടൗണിലെ ആശുപത്രിയിൽ കാണിച്ചിട്ട് വരുന്ന വഴിയാ സാറേ. സാറേ, ഇവൻ വലിയ ഡ്രാമ ആർട്ടിസ്റ്റാന്നാ തോന്നേ. എന്നെ ആക്ടിങ് ആയത്. അയ്യോ, അങ്ങനെയൊന്നും പറയില്ലേ സാറേ. ഞാൻ പറയുന്നത് വിശ്വസിക്കണം. എന്റെ മകളെ എവിടെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നെന്ന് പറഞ്ഞ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഞാൻ വരുത്തിപ്പിച്ചാൽ അതൊരിക്കലും നല്ലതല്ല. എന്നാ പിന്നെ തുടങ്ങിയാലോ?
ഞാൻ പറയുന്ന മുഴുവൻ സത്യമോ സാറേ? ദൈവത്തിനാണേ സത്യം. അവൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല അതെ സാറേ. ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കണം. നിങ്ങളുടെ മകൾ ഗണേശന് വാക്ക് കൊടുത്ത് പിന്നെ ചതിച്ചിരിക്കുന്നു. നിങ്ങൾ അവരെ ഒളിപ്പിച്ച് ഞങ്ങളെ ചതിക്കാൻ നോക്കുകയാണോ? അല്ല, അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണോ സാറേ? ഡാ കോട്ടീശ്വര, ഈ സമയത്ത് നിന്റെ മകൾ ജനങ്ങളുടെ മുമ്പിൽ എങ്ങാനും പെട്ടാൽ അവളെ പീസ് ആയിട്ട് വെട്ടി ഡെഡ് ബോഡി പോലും കിട്ടാത്ത തരത്തിലാക്കി കളയും. നിന്റെ മകളെ ജീവനോടെ വേണമെങ്കിൽ അവളെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയേ. അയ്യോ, അയ്യോ, മോള് കാരണമാണ് എന്റെ ചേട്ടൻ മരിച്ചത്. എവിടെയാണ് അവളെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? ഇയാളെയും മോളെയും കൊല്ലുന്നവരെ എനിക്ക് ഉറപ്പിച്ചിട്ടാവില്ല. ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പറ. പറയാതെ ഞാൻ നിന്നെ വെറുതെ വിടില്ല. എന്റെ ചേട്ടനെ കൊന്ന് പ്രതികാരം കിട്ടിയ രാക്ഷസന്മാരവര്. ഇവരെ ഞാൻ വിടില്ല. നീ ചെല്ല്. ഞാൻ വെറുതെ വിടില്ല. സ്റ്റേഷനിലെ സിഗരറ്റ് കുടിക്കാവോ? അതിനെ ഓർത്ത് വന്ന് എന്നെ വിട്. എന്നെ തടയില്ല ഗീത. ഇയാളെ ഞാൻ കൊല്ലാതെ വിടില്ല. ചേട്ടനെ കൊന്നല്ലടാ. എന്നെ തടയില്ല ഗീത. നീ പോ. അവിടെ അത്രയും ബഹളം ഉണ്ടായിട്ട് സാറെന്താ ഇവിടെ തന്നെ ഇരുന്ന് കളഞ്ഞത്? മനസ്സിലായോ? എനിക്കൊരു കുന്തവും മനസ്സിലായില്ല സാറേ. ഭാവിയെ കുറിച്ച് വിഷമിക്കരുത്, കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ചും വിഷമിക്കരുത്. ഭഗവത്ഗീതയിലുണ്ട്. സബാഷ്, എന്റെ സ്റ്റേഷനിലേക്ക് വന്ന് എന്റെ മുമ്പിൽ ഒരാളെ അടിക്കുന്നു. കൊല്ലാനും തയ്യാറാണല്ലോ. നിന്നെ ഉണ്ടല്ലോ, കുരുവിയെ വെടിവെച്ച് കൊല്ലുന്ന പോലെ എനിക്ക് കൊല്ലാൻ അറിയാം. പക്ഷെ നിന്നെ ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞില്ല. എന്തിനാണെന്നറിയോ? നിന്റേതുണ്ടല്ലോ, ആവേശത്തിൽ വന്ന ദേഷ്യം പോലെയല്ല തോന്നുന്നത്, വേദനയിൽ വന്ന ദേഷ്യം പോലെയാണ് തോന്നിയത്. സാറേ, എനിക്ക് നിങ്ങളുടെ പ്രശംസ ആവശ്യമില്ല. ഇവിടെ ചേച്ചിയുടെ ജീവന വേണ്ടത്. ഇവരെല്ലാം കൊല്ലാതെ എന്റെ ചേട്ടന്റെ ആത്മാവിന് ശാന്തിയും എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. അവനകത്തെ കൊണ്ടുപോ. സാർ, ഇവരെങ്ങനെ വിട്ടാലുണ്ടല്ലോ, എന്റെ ചേട്ടനെ പോലെ കുറെ പാവങ്ങളുടെ ജീവനെ ഇവരെ എടുക്കാതെ വിടില്ല. എന്നെ വിട് സാറേ. നിന്റെ ഏട്ടന്റെ മരണത്തിന് കാരണം എന്റെ ചേച്ചിയല്ല, ഞാനാ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചേക്കാണോ? സൂസൈഡ് ചെയ്തിട്ട് എന്ത് കിട്ടാനാ? ചേച്ചി, ചേച്ചി കാര്യം എന്താന്ന് പറ. എന്താ പറ്റിയേ? പറ, ഒന്ന് പറയ്. എന്താ ചേച്ചി കാര്യം? എന്താ പറ, പറ ചേച്ചി. വിളിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ തട്ടിക്കൊണ്ട് വന്നോടാ. എന്റെ അനിയനെ കെട്ടാൻ പോകുന്ന പെണ്ണിനെ ഇങ്ങനെയാണോടാ വിളിച്ചോണ്ട് വരിക? മോള് വിഷമിക്കണ്ട, എല്ലാം മുരടന്മാരാ. കൊലപാതകവും പീഡിപ്പിക്കലും അല്ലാതെ ഒന്നും അറിയില്ല മണ്ടന്മാർക്ക്. നിന്റെ പേരെന്താ മോളെ? പുഷ്പ. അയ്യോ, പേടിയാവുന്നുണ്ടോ? ഞാൻ നിനക്ക് മൂന്നാമതൊരാളല്ലോ, നിന്റെ പാതി ഭർത്താവാ. നീ കെട്ടാൻ പോകുന്നവനെ കാണണ്ടേ? ഡാ ബല്ലാരി, നിന്റെ പെണ്ണാടാ. പേര് പുഷ്പ. പുഷ്പ. പിന്നെ ഇവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടി നിന്റെ ഭാര്യ ആവുന്നത് വരെ സൂക്ഷിക്കണം. ശാന്തി,
നീ എത്ര കരഞ്ഞു കൂവിയാലും നിന്റെ കഴുത്തി താലി കെട്ടുന്നത് ഇവനായിരിക്കും. കല്യാണം നിശ്ചയിച്ചെന്ന് പോയി വീട്ടിൽ ചെന്ന് പറയേ. ഡാ, ഇവളെ എവിടുന്നാണോ പിടിച്ചോണ്ട് വന്നത് അവിടെ തന്നെ കൊണ്ടുവിട്ടേക്ക്. ശരി ചേച്ചി, വാ മോളെ. ഡാ ബല്ലാരി, ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ വെറുതെ ഇരിക്കില്ല. ഇവളുടെ മേലൊരു കണ്ണുണ്ടാവുന്നതാ നല്ലത്. പുഷ്പ, ശരിക്കും ഒരു മൽഗോവ മാമ്പഴം പോലെ. നിന്നെ കല്യാണത്തിന് മുന്നേ തുടരുതെന്ന് പറഞ്ഞോണ്ട് എങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല. അല്ലെങ്കിൽ നീ ഇപ്പൊ എന്റെ കൂടെ കിടന്നാനെ. ആ ബല്ലാരിക്ക് ഗണേഷിന്റെ കാര്യം അറിഞ്ഞ കൊന്നുകളയും. എനിക്ക് അവനോടൊപ്പം ജീവിക്കാനും പറ്റില്ല, ഗണേഷിനെ വിടാനും പറ്റില്ല. അതുകൊണ്ടാ ചത്തുകളയാൻ തീരുമാനിച്ച. മരണം എല്ലാത്തിനും ഒരു ഉത്തരവല്ല ചേച്ചി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. വന്നേ. പിന്നെ ഗീത, ചേച്ചി ഇങ്ങ് വാ, വാ. ചെന്നങ്ങനെ വിളിക്ക്. അയ്യോ ഗീത, ഗണേഷ്, ഗണേഷ്. വാ. എന്റെ പേര് ഗീത, ഇതെന്റെ ചേച്ചിയാ. എത്രയും പെട്ടെന്ന് എന്റെ ചേച്ചിയെ വിളിച്ചോണ്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോ പ്ലീസ്. നിങ്ങൾ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ രണ്ടുപേർക്ക് ഒരുമിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്ന കേക്ക്. ചേച്ചി ഇത് പിടിക്ക്. ഈ കാശ് എടുത്തോണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും സുഖമായിട്ട് ജീവിക്കുക. ഇത്രയും കാശ് നിനക്ക് എവിടെ നിന്ന് കിട്ടി? ശവത്തിന് മുമ്പിൽ ഞാൻ ഡാൻസും കളിച്ച് നടന്നത് പിന്നെ എന്തിനായിരുന്നു? ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടിയോ? ചെല്ല് ഏട്ടാ, എത്രയും പെട്ടെന്ന് പോ. എന്റെ ചേച്ചിയെ നന്നായിട്ട് നോക്കണേ പ്ലീസ്. വേഗം നിങ്ങൾ ഇവിടുന്ന് പോവാൻ നോക്ക് പ്ലീസ്. എന്തേ ആലോചിക്കുന്നത്? ഒന്ന് വേഗം പോ. ആരെങ്കിലും കണ്ട വലിയ പ്രശ്നവും പറഞ്ഞേക്കാം. അല്ല, എങ്ങോട്ടാ പോവാ? അന്ന് ചേച്ചി പറഞ്ഞില്ലായിരുന്നോ ലാവണ്യയുടെ ചേട്ടൻ പോലീസാണെന്ന്? ലാവണ്യയുടെ ചേട്ടൻ. നിങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കോ, അവരെല്ലാം നോക്കിക്കോളും. അമ്മയെ നോക്കണേ. ചേച്ചി കരയല്ലേ. ശേഷി സാർ. സാറേ, ചേട്ടൻ എന്ന് വെച്ചാ അവന് ജീവനാണ്, ചേച്ചി എന്ന് വെച്ചാ ഇവൾക്ക് ജീവനാണ്. ഇവര് രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് സങ്കടമായി. ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. മരിക്കേണ്ടത് അവരല്ല, കൊല്ലേണ്ടത് നീയല്ല. ഇതിന്റെ പുറകിൽ ആരാണോ ഉള്ളത്, എന്തിനാണോ അത് ചെയ്തതെന്ന് അറിയണം. ഞാൻ ഇറങ്ങുകയാണ്, കളിക്കളത്തിലിറങ്ങുകയാണ്. ഇനി എന്റെ കളിയാണ്. ഞാൻ രാത്രി വരാം. കോഴിക്കറി ഉണ്ടാക്കി റെഡിയായിരുന്നു. ശരി ചേട്ടാ. ഇന്നേതെല്ലാം നമുക്ക് അടിച്ചു പൊളിക്കണം. അതൊക്കെ പോട്ടെ, നിന്റെ അനിയത്തി അവിടെ? സത്യം പറഞ്ഞില്ലെങ്കിൽ ഇടിച്ച് ചമ്മന്തിയാക്കും തോന്നല്ലോ. പറയടാ. പറയും സാർ, ഞാൻ പറഞ്ഞേക്കാം. എന്താടോ ജോത്സ്യരെ,
എത്ര പ്രയത്നിച്ചാലും കോൺട്രാക്ട് കിട്ടില്ല എന്ന് പറഞ്ഞതല്ലേ, കിട്ടിയല്ലോ. തന്റെ മനക്കണ്ണ് അടഞ്ഞു പോയോ അതോ കാര്യമായിട്ട് വേറെന്തെങ്കിലും ഉണ്ടോ? കനകം, നിന്റെയും നിന്റെ അനിയന്റെയും ചുറ്റും മരണം ചുഴലിക്കാറ്റ് പോലെ ചുറ്റിക്കൊണ്ടിരിക്കുക. കുറച്ച് ദിവസം മുമ്പാണ് നിന്റെ തകർച്ചയുടെ വിത്ത് പാകിയത്. നാശം ഇത്രയും അടുത്ത് എത്തിയിട്ടും നിനക്ക് നല്ല കാര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഏതോ ഒരു ഭാഗ്യം നിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. എങ്ങോട്ട് നോക്കിയാടി വണ്ടി ഓടിക്കുന്ന നാണം കെട്ടവളെ, പോടി. ആ ഭാഗ്യമാണ് നിന്നെ തകർച്ചയിൽ നിന്ന് സംരക്ഷിക്കുക. ഒരുമിച്ച് ജനിച്ച നിങ്ങളെ രണ്ടുപേരെയും മരണത്തിന് പോലും വേർതിരിക്കാനാവില്ല. എത്രയും വേഗം ആ ഭാഗ്യത്തെ കൂട്ടിക്കൊണ്ടുവാ. നിന്റെ വീട്ടിൽ തളച്ചിടുന്നതായിരിക്കും നല്ലത്. അയ്യോ, അണ്ടക്കം മണ്ടക്ക പൂസനിക്ക കണ്ടുപിടിച്ചേലസ കട്ടെടുത്തവരാരാണ് കണ്ടുപിടി. അണ്ണാ, രണ്ടെണ്ണത്തിനെ കിട്ടിയണ്ണാ. ഞങ്ങളുടെ ബെല്ലാരി കെട്ടാൻ പോകുന്ന പെണ്ണിനെയും കൂടാണ് ഒളിച്ചോടുന്നത്. നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടോടാ? ഈ ബെല്ലാരി എതിർക്കാൻ മാത്രം ധൈര്യം ഉണ്ടോ നിനക്ക്? ശക്തിയുണ്ട്, ആണത്തമുണ്ട്. എന്നെ വേണ്ടാഞ്ഞിട്ട് ഇവന്റെ കൂടെയാണോ നീ ജീവിക്കാൻ പോകുന്നത്? പ്ലീസ് എന്നൊന്നും ചെയ്യരുത്, ഞങ്ങളെ വിട്ടേക്ക്. പ്ലീസ് പ്ലീസ്, അയ്യോ ഗണേഷ്, പ്ലീസ് ഞങ്ങളെ ഒന്നും ചെയ്യരുത്, ഞങ്ങളെ വിട്ടേക്ക് പ്ലീസ്. അണ്ണനൊരു കാര്യം അറിയോ? ഇവൻ ഊമയാ. ഊമയാണോ അവൻ? പ്ലീസ് ഞങ്ങളെ വിട്ടേക്ക്. അയ്യോ ഗണേഷ്, നിന്നെയും അവളെയും രണ്ടുപേരെയും വിട്ടയക്കാം. എവിടെയെങ്കിലും പോയി സന്തോഷമായിട്ട് ജീവിക്കും. പക്ഷെ പോകുന്നതിന് മുമ്പ് ഒരു തവണ ഇവളോട് ഐ ലവ് യു എന്ന് പറ. പ്ലീസ് പ്ലീസ്, വേണ്ട ഗണേഷ്. പ്ലീസ്, അവൻ പാവാ, ഞങ്ങളെ വിട്ടേക്ക്. അയ്യോ
ഗണേഷ് എഴുന്നേക്ക് ഗണേഷ് 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 എഴുന്നേക്ക് അയ്യോ ഗണേഷ് ഞാൻ കാരണമല്ലേ നിനക്ക് ഈ ഗതി ഗണേഷ് എന്നെ പറ്റിച്ചുകൊണ്ട് ഇവൾ ഓടിപ്പോയെന്നും ഇവൻ കെട്ടിത്തൂങ്ങി ചത്തുവെന്നും ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നു. ശരിയാണ്. എടുത്തോണ്ട് വേടാ. സാർ എന്നെ വിട് സാറേ, എനിക്ക് അവനെ കൊല്ലണം. ഇതാണ് സാറേ സംഭവിച്ചത്. സാറേ സാറേ എന്റെ ചേച്ചിയെ രക്ഷിക്കണം സാർ, പ്ലീസ് പ്ലീസ് സാർ, എന്റെ ചേച്ചിയെ രക്ഷിക്കും സാർ, എന്റെ ചേച്ചി എങ്ങനെയെങ്കിലും രക്ഷിക്കും സാർ. അപ്പോ അത് ആത്മഹത്യയല്ല, കൊലപാതകമായിരുന്നു. സാറേ ആദ്യം ഞങ്ങളൊക്കെ ആത്മഹത്യ എന്നാ വിചാരിച്ചത്. ശങ്കർ സാർ വന്നതിന് ശേഷം മനസ്സിലായത് കൊലയാണ്. ശരി, ശങ്കർ സാർ പിന്നെ അടങ്ങിയിരുന്ന് കാണത്തില്ല. പിന്നെ എന്താ സംഭവിച്ചേ? സാറ് തന്നെ കണ്ടോ? ഞങ്ങളുടെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാറേ. നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുക. നിങ്ങളുടെ ചേച്ചിയെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്റെയാണ്. അവനെ വിട്ടേക്ക്. നിന്റെ ഓരോ അണുവും ആസ്വദിക്കാൻ തോന്നുന്നുണ്ട് എനിക്ക്. കല്യാണം കഴിഞ്ഞല്ല ആദ്യ രാത്രി ഈ ലോകത്ത് ആരും തരത്തിലൊരു സമ്മാനം ഞാൻ നിനക്ക് തരും. ബല്ലാരി അണ്ണന്റെ കല്യാണം കഴിഞ്ഞാലേ നമുക്ക് ബിസിനസ്സിൽ ഒരു പ്രശ്നവും കാണില്ല. അത് ശരിയാ സർക്കാരെ. എന്തൊക്കെ നടന്നാലും ശരി, നമ്മുടെ ബ്രാഞ്ച് എല്ലായിടത്തും തുടങ്ങണം. അടിപൊളിയായിരിക്കും. ഹലോ, അത് ശരി. അതെ ബല്ലാരിയേ, ആ പോലീസുകാരൻ വരുന്നുണ്ട്, കരുതിയിരുന്നോ? അവൻ വന്നടാ. ആ പോലീസുകാരൻ വന്നിട്ടുണ്ട്. രാജാട്ക, എവിടെയാടാ നിന്റെ ചേച്ചി? എന്നെ ഭയന്ന് നാട് വിട്ടങ്ങനെ ഓടിപ്പോയോ? പുലി ഗുഹയിൽ ഇല്ലെങ്കിൽ ഓടി ഒളിച്ചിരുന്ന് കരുതരുത്, കേട്ടല്ലോ. അത് കാട്ടിനകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ചാടി വേട്ടയാടും. അവൾ സാരി ഉടുത്ത ടൈഗറാടാ, ഞാൻ യൂണിഫോം ഇട്ട ലൈഗർ. ഒരുപാട് വ്യത്യാസമുണ്ട്. ആ ബല്ലാരി ഇവിടെയുണ്ടെന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. അവൻ എവിടെയാടാ? എന്താടാ, അറസ്റ്റ് ചെയ്യാൻ പോവാണോ? അന്ന് എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്തുണ്ടാക്കാൻ പറ്റി നിനക്ക്? അന്ന് ചേച്ചി എന്റെ കൂടെ ഉണ്ടായിരുന്നോണ്ടാ നീ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അന്നേ കൊന്നു തള്ളിയനെ. ഇത് എന്റെ ഏരിയയാ, മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാ നല്ലത്. പോകാനല്ലടാ വന്നത്, വലിച്ചോണ്ട് പോകാനാ വന്ന്. പുഷ്പ എവിടെയാണെന്ന് പറയ. എന്താടാ ആ പുഷ്പ? നിന്റെ കൂടെ പറഞ്ഞ പെങ്ങളാണോ? ആ അതാടാ. എടാ പറഞ്ഞ കേട്ടില്ലേ, അവൾ ഇവിടെ ഇല്ലാന്നല്ലേ പറഞ്ഞത്? നിനക്കറിയാടാ എവിടെയുള്ളെന്ന് പറഞ്ഞേക്ക്. ഞാനൊന്ന് മനസ്സ് വെച്ച അവളെ കെട്ടി ഇവിടുന്ന് കപ്പലേറ്റും. നിനക്ക് വല്ല പെങ്ങളുണ്ടെങ്കിൽ പറ, കൂടെ അവളെ അയച്ചേക്കാം. അവളെ ദുബായ് ഷേക്കിനെ വിറ്റ് കാശാക്കി ഞാൻ. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂടാ? കണ്ടില്ലേ ഇതിന്റെ അഹങ്കാരം? ഏയ്, എന്റെ ചേച്ചിയോട് ചെന്ന് പറ, ആ ബല്ലാരിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഓൾറെഡി പ്രിന്റായി വന്നുവെന്ന്. ഇതാ ദൈവത്തിനെ കൊണ്ടുപോലും തടയാൻ പറ്റില്ല.
എന്താടാ കയ്യില് കത്തി? എങ്ങോട്ടായി പോകുന്ന? എന്നെ തടയില്ല സാറേ. ആ കനകയെ ആ ബല്ലാരി കൊല്ലുന്നവരെ ഈ കത്തി ഞാൻ താഴെ ഇടില്ല സാറേ. ഞാൻ പറയുന്നത് കേൾക്കടാ. കേൾക്കാൻ സൗകര്യമില്ല സാറേ. എന്റെ ചേട്ടൻ പോവായിരുന്നില്ല, പിന്നെ എന്തിനാ കൊന്നത്? ആര് പറഞ്ഞാലും കേൾക്കാൻ തയ്യാറല്ല സാറേ. നീ ഇപ്പൊ ദേഷ്യത്തിലുള്ളത്? ഇല്ല സാറേ. കൂടെ പറഞ്ഞവൻ മരിച്ച അതിന്റെ വേദന എങ്ങനെ ഉണ്ടാവുന്ന സാറിന് മനസ്സിലാവില്ല. അറിയില്ല സാറേ. അറിയാം. എനിക്കും അറിയാം. അയ്യോ ചേട്ടൻ. ചേട്ടാ, ഓരോരുത്തർക്കും തോന്നിയ പോലെ എടുത്തിടാൻ അത് സെക്യൂരിറ്റി ഡ്രസ്സൊന്നുമല്ല. ജനങ്ങൾ സെക്യൂർഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഡ്രസ്സാണ്. ഇനി എടുത്തിടരുത്. സോറി ചേട്ടാ. ചേട്ടാ ചേട്ടാ നിന്നോട് എത്ര പ്രാവശ്യം പറയാനാ പോലീസ് ഡ്രസ് ഇടരുതെന്ന്? ഇനി മുതൽ ഈ ഡ്രസ്സ് എനിക്ക് ഇട്ടേ മതിയാവൂ ചേട്ടാ. എന്തിനാടാ? നമ്മുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട്. ചേട്ടൻ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പോ ഞാനൊരു SI ആയിട്ട് സെലക്ട് ആയി ചേട്ടാ. എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ നീ. ഏട്ടനറിയാലോ, ഏട്ടൻ ഇഷ്ടപ്പെട്ടതല്ലേ എനിക്ക് ഇഷ്ടാവുള്ളൂ. ചേട്ടൻ പോലീസായി, ഞാനും പോലീസായി. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ ഡ്രസ് ഇട്ട് ഞാൻ വെറുതെ കറങ്ങുന്നത്. കൺഗ്രാറ്റ്സ്. താങ്ക്സ് ചേട്ടാ. ഇതെന്താടാ റാഖി? ഇത് പെങ്ങള് കിട്ടിയെന്താ. പെങ്ങളോ? ആ എടി വരാൻ. പെമ്പിള്ളേര് തനിച്ച് നടക്കുന്നത് കാണുമ്പോ പട്ടിയെ പോലെ അവർ ആക്രമിക്കാൻ നടക്കും. ആംഗ്ലമാരെ പോലെ വേണം, അല്ലാണ്ട് കാട്ടുപന്നിയെ പോലെ ആവരുത്. അവരെ ശല്യപ്പെടുത്തുമ്പോ വീട്ടിലുള്ള അമ്മയെയും അനിയത്തിയെയും ചേച്ചിയെയും കുറിച്ച് ഓർമ്മയുണ്ടാവണം. അവരും പെണ്ണാണെന്നറിയണം. ചങ്കൂറ്റുള്ള ആണാണെങ്കിൽ പെണ്ണുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടത് ഇതുപോലെ വേണം. ഇനി ശല്യപ്പെടുത്തോ? ഇനി ശല്യപ്പെടുത്തോന്ന് മതിയായില്ലേ? താങ്ക് യു സർ. ഈ സൊസൈറ്റിക്ക് പോലീസ് എത്ര പ്രധാനാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായി. രക്ഷിക്കാൻ ഞാനും, പ്രശംസയെല്ലാം പോലീസിനും. അതെന്താ സർ? അപ്പൊ നിങ്ങൾ പോലീസ് അല്ലേ? അല്ല, ഇതെന്റെ ഡ്രസ്സല്ല, ഇതെന്റെ ചേട്ടന്റെ ഡ്രസ്സാ. അങ്ങനെയാണോ സർ? സാറൊന്നും വിളിക്കണ്ട, ചേട്ടാന്ന് വിളിച്ചാ മതി. ഓക്കെ ചേട്ടാ. എവിടേക്ക് പോണ്ടെന്ന് പറ, ഞാൻ കൊണ്ടാക്കാം. അയ്യോ അതൊന്നും സാരില്ല. അത് കുഴപ്പമില്ല, ഞാൻ കൊണ്ടാക്കാം. അടുത്താ ഞാൻ പോയിക്കോളാം. കുഴപ്പമില്ല, കേറ്. ദൈവത്തെ പോലെ ഏട്ടൻ വന്നത്. എന്ത് പറ്റി ഇയാൾക്ക്? എനിക്ക് ചേട്ടനോ അനിയനോ ആരുമില്ല. അങ്ങനെയുള്ള എനിക്ക് ഏട്ടൻ ഈ രാഖി കെട്ടുമ്പോ. ഇയാൾക്ക് ചേട്ടന്മാരില്ലെന്ന് ആരാ പറഞ്ഞത്? ഇന്ന് മുതൽ തനിക്ക് ഒന്നല്ല 2 ചേട്ടന്മാരുണ്ട്. അതൊക്കെ പോട്ടെ, ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതെയോ? അവിടേക്ക് പോയി വന്നതിന് ശേഷം തന്നോട് പറയാം. ഒന്നിങ്ങോട്ടൊന്ന് വന്നേ. ഞാൻ മുമ്പിൽ വന്ന ചേട്ടന് തടസ്സങ്ങളെ ഉണ്ടാവില്ല. ഏട്ടൻ ഏത് ഇന്റർവ്യൂവിന് പോവാണെങ്കിലും അത് സക്സസ്ഫുൾ ആയിരിക്കും. ഓക്കെ പുഷ്പ, താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്. ഒരു പെണ്ണിന്റെ ലൈഫാണ് നീ സേവ് ചെയ്തത്. 4 വയസ്സുള്ളപ്പോ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടിട്ടും ആ കുറവറിയാതെ ഏട്ടനെ വളർത്തി. ഇതെല്ലാം ഏട്ടന്റെ വിജയം തന്നെയാ. നിങ്ങൾ എന്റെ ഹീറോ ആണ് ഏട്ടാ. ഞാൻ ജീവിതത്തിൽ സ്നേഹിച്ച എന്റെ അനിയനെ ക്രൂരമായി കൊന്ന ഒരു ആക്സിഡന്റ് ആക്കി ക്രിയേറ്റ് ചെയ്തു ആ കനകം. അതിന് പ്രതികാരം വീട്ടാനാണ് ഞാൻ ഈ ഗ്രാമത്തിലേക്ക് വന്നത്. പോലീസുകാരൻ്റെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കാം.
അവളുടെ കാര്യം നീ എനിക്ക് വിട്ടേക്ക് രംഗ. അപ്പോ ചെക്ക് പോസ്റ്റിനടുത്ത് കൊല ചെയ്യപ്പെട്ടത് ശങ്കറിന്റെ അനിയനായിരുന്നോ? അതെ സാറേ, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോ ഈ കഥയില് പുഷ്പയും ശങ്കറിനും രവിക്കും ബന്ധമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. ഓ, പിടിച്ചെടുത്തല്ലോ സാറേ. അതാ. അതിനുശേഷം പിന്നെ എന്താ നടന്നേ? ഇത് കൊള്ളാല്ലേ ചേച്ചി? ചേച്ചി ചേച്ചി എന്തു പറ്റിയടാ? ആ ശങ്കർ പോർട്ടിൽ വന്നിരുന്നു. നമ്മുടെ സർക്കാരിനെ എന്റെ കൺമുമ്പിൽ വെച്ച് വെടിവെച്ച് കൊന്നു. നമ്മുടെ ബല്ലാരി കൊന്നുകളയുന്നു വാൻ ചെയ്തിരിക്കുക. എത്രയും പെട്ടെന്ന് ചേച്ചി അവനെ കൊന്നില്ലെങ്കിൽ അവൻ നമ്മളെയും കൊന്നുകളയും. കനക മഹാലക്ഷ്മി മാഡം, പറയൂ, കാര്യം എന്താ? എടോ DIG, സ്റ്റേഷനിൽ പുതിയതായിട്ട് വന്ന പോലീസ് ആരാ? എന്റെ തൊഴിലിന് തടസ്സം നിന്നത് മാത്രമല്ല, എന്റെ ആളെ കൊല്ലുകയും ചെയ്തു. ആരാവൻ? ഒരു മിനിറ്റ്. ശിവശങ്കർ സാറിന്റെ ഭയല സാറേ. ഓക്കെ. കനകം കനകം കനകം. എന്താ DIG, ശബ്ദം മാറുന്നല്ലോ? ഇത്രയും കാലം നിനക്ക് സപ്പോർട്ട് ചെയ്തത് പേടിച്ചത് കൊണ്ടല്ല, നിന്റെ പണം കണ്ടിട്ടുമല്ല. ലോ ആൻഡ് ഓർഡർ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത്ര നാൾ ഞാൻ ക്ഷമിച്ചത്. കനകം, നീ അതിര് കടന്നു പോയിരിക്കുന്നു. ശങ്കറിന്റെ അനിയൻ രവിയെ ദാരുണമായാണ് നീ കൊന്നത്. ഈ എഴുതി വെച്ചോ, എന്റെ ശബ്ദം മാറിയ പോലെ നിന്റെ ജീവിതം മാറാൻ പോവാണ്. വന്നവൻ സാധാരണക്കാരനല്ല, ACP ശിവശങ്കർ, എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ശിവശങ്കർ. തെറ്റ് ചെയ്യാത്തവർക്ക് നാഥനാണവൻ. നിന്നെ പോലുള്ളവർക്ക് യമരാജനും. 1 by 1 നിന്റെ വാലുകളെ, നിനക്ക് ചുറ്റുമുള്ള ഈച്ചകളെ അവൻ കൊല്ലും. ഇതോടെ നിന്റെ കഥ കഴിഞ്ഞു കനകം. പറക്കാനാവില്ല, പുരോഗമിക്കാനാവില്ല, എങ്ങോട്ടും പോകാനാവില്ല. നിനക്കുള്ള ഒത്ത എതിരാളി വന്നു കനകം. റെഡിയായിട്ടിരുന്നോ? എടോ DIG, അവൻ ആരായാലും ശരി, എന്തിനു വന്നതായാലും ശരി, അവനെ കൊന്നു തള്ളിയതിനു ശേഷം നിന്നെ ഞാൻ വിളിച്ചോളാം. ഈ കനക മഹാലക്ഷ്മി എന്ന് വിളിക്കുന്നതിന് മുമ്പ് താൻ ഓർത്തോ, തന്നെ കൊണ്ട് എന്നെ ചേച്ചി എന്ന് വിളിപ്പിക്കും ഞാൻ. നോക്കിക്കോ. എടാ ചേച്ചി, ബല്ലാരിയുടെ കല്യാണത്തിന് 27-ാം തീയതിയാണ് മുഹൂർത്തം നോക്കിയത്. ശരി ചേച്ചി. ആ ശങ്കറിന്റെ മരണത്തിനും ഒരു നല്ല മുഹൂർത്തം നോക്ക്. ആയിക്കോട്ടെ ചേച്ചി. മുഹൂർത്ത സമയം തീരുന്നതിന് മുമ്പ് എല്ലാ പ്രശ്നത്തിൽ നിന്നും പുറത്തു വരണം. വാടാ, നമുക്കൊരു കൈ നോക്കാം. സാർ, ആ പുഷ്പയുണ്ടല്ലോ, ആ ബല്ലാരി കാട്ടിനകത്തേക്ക് വലിച്ചോണ്ടോന്നു സാർ. അത് പെട്ടെന്ന് വാ സാർ, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം സാർ. പിടിച്ചോ. ബലശാലി മുന്നിന്നെ ആക്രമിക്കും, പേടിയുള്ളവർ പിന്നാലെ വന്ന് ആക്രമിക്കും.
സാറേ 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 എന്റെ സാറേ സാർ എങ്ങോട്ടായി പോകുന്നേ? സിൻസിയറായിട്ടും സീരിയസ് ആയിട്ടും ഡൈനാമിക്കുമായിരുന്ന ശങ്കർ സാറിനെ തന്നെ കൊന്നു കളഞ്ഞില്ലേടോ. അപ്പൊ പിന്നെ എന്റെ അവസ്ഥ എന്താകും? ഞാൻ വീട്ടിൽ പോവാ. സാർ സാർ ഒന്ന് നിൽക്ക് സാറേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്, ഒന്ന് മനസ്സിലാക്ക് സാറേ. ഇനി എന്ത് മനസ്സിലാക്കാനാണോ ആ ഭ്രാന്തി കരകത്തെ കുറിച്ച്? ഒരു മനോഹരമായ പ്രണയമല്ലേ അവിടെ നശിപ്പിച്ചത്. ഇനി പുഷ്പയെ ആര് രക്ഷിക്കുന്നു പറ? സാറേ കഥ ഇനി അവസാനിച്ചിട്ടില്ല സാറേ. ശങ്കർ സാറിനെ കൊന്നത് ആഘോഷിക്കാൻ ബല്ലാരിക്കും പുഷ്പയ്ക്കും കല്യാണം ഏർപ്പാട് ചെയ്ത് അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. രംഗ, നാളെ ബല്ലാരടി പുഷ്പയുടെയും കല്യാണമാണത്രേ. ബിൽഡപ്പ് ബാബു ഇപ്പഴാ പറഞ്ഞത്. എവിടെ? കനകത്തിന്റെ വീട്ടില്. ശരി, നീ ബിൽഡപ്പ് ബാബുവിനെ ആൾക്കാരെയും വിളിച്ചിട്ട് അവളുടെ വീട്ടിലേക്ക് പോ. ഞാൻ ശങ്കർ സാറിനെ വിളിച്ചോണ്ട് വരാം. ഓക്കെ അല്ലേ? നീ ചെല്ലേ. ഹലോ ഹലോ ചേട്ടാ, ഇത് രംഗനാ. ശങ്കർ സാർ ഇല്ലേ അവിടെ? ശങ്കർ സാറോ? കേച്ചിട്ട് കനകത്തിന്റെ ആൾക്കാരെ അദ്ദേഹത്തെ കൊന്നടാ. ഈ യൂണിഫോമാണ് സത്യം. കൊന്നു കളഞ്ഞു. ശങ്കർ സാർ ചത്തുപോയടാ. ഏഴാം രാവിൽ പൂത്തവനാം രാമലിംഗോ, എന്നെ നീയും കൊണ്ടുപോടാ രാമലിംഗോ. കാടറിഞ്ഞു വേട്ടയ്ക്ക് വാ രാമലിംഗോ, കരുത്തുണ്ടെങ്കിൽ പിടിച്ചു നിൽക്ക് രാമലിംഗോ. ഹേയ് മന്ദര തന്തര മാജിക്കുമെല്ലാം അറിഞ്ഞവനോ ഇലിംഗോ. ഹേയ് സണ്ണി ലിയോൺ സൈഡായി പോകും എല്ലാം എനിക്ക് ചുയങ്കോ. കെട്ടില് മട്ടില് വർണ്ണപ്പകിട്ടില് തപ്പിത്തടയും മൊയിലിംഗോ. കയ്യില് മെയ്യില് കരളിന്റെ ഉള്ളില് തിരികൊളുത്തു മൊയിലിംഗോ. ലിംഗ ഞാൻ പെണ്ണിന്റെ കൂട്ടത്തിൽ സിംഹോ. ലിംഗ ഞാൻ വെട്ടക്കിറങ്ങിയ സിംഹോ. ലിംഗ ഞാൻ പെണ്ണിന്റെ കൂട്ടത്തിൽ സിംഹം. ലിംഗ ഞാൻ വെട്ടക്കിറങ്ങിയ സിംഹം. ൂരാകെ പുകഴ്പെറ്റ പോക്കിരിലിംഗോ. ഡിജയം ഊളുമ്പോൾ ആടട്ടെ ഡിങ്കോ ഡാങ്കോ. പ്രേമത്തിൽ വീഴാത്ത ഗുണ്ടാഗ്യാങ്കോ. നിൻ കാമത്താൽ പൊടിപാറും ഐറ്റം സോങ്കോ. ചന്താമ അഴകനിക്ക് ചക്കര കുട്ടാവാലിംഗോ. ഇളം വയസ്സിൽ ഇടുമ്പഴകിൽ തകതിത്തക വിഴലിംഗോ. ലിംഗ ഞാൻ പെണ്ണിന്റെ കൂട്ടത്തിൽ സിംഹം. ലിംഗ ഞാൻ വെട്ടക്കിറങ്ങിയ സിംഹം. എന്നെ ജ്യൂസാക്കി കുടിക്കുമോ സുന്ദരലിംഗോ. പടവെട്ടി കൊടി നാട്ടി പോകണ ലിംഗോ. എന്നെ തൊട്ടാലോ ഒട്ടാതെ പോകില്ല ലിംഗോ. കരിമ്പു കട്ടിൽ അനയെ പോലെ കുത്താടാൻ മാനിലിംഗോ. രവടം കൊട്ടെ രവട് രാവിലെ തീ വച്ച് കത്തിച്ചു പോകുമോ ലിംഗോ. ലിംഗ ഞാൻ പെണ്ണിന്റെ കൂട്ടത്തിൽ സിംഹം. ലിംഗ ഞാൻ വെട്ടക്കിറങ്ങിയ സിംഹം. ലിംഗ ഞാൻ പെണ്ണിന്റെ കൂട്ടത്തിൽ സിംഹം. ലിംഗ ഞാൻ വെട്ടക്കിറങ്ങിയ സിംഹം.
പുഷ്പ എവിടെ? ചേച്ചി ഗീത ചേച്ചി ശരി ശരി വിഷമിക്കണ്ട. ഇവിടെ ഇരുന്ന് അത് വലിയ പ്രശ്നം. നമുക്ക് ഇവിടുന്ന് പോവാൻ വാ. സിംഹത്തിന്റെ മടയിൽ കയറി കളിക്കാന്ന് കരുതിയോ നീ? ഈ ബല്ലാറി അറിയില്ല നിനക്ക്. എന്താടി ഐശ്വര്യവുമായിട്ട് വന്ന ലക്ഷ്മി ദേവിയാ നീ എനിക്ക്? അങ്ങനെ അങ്ങ് വിട്ടുകളയോന്ന് കരുതിയോ? ചേച്ചി ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ പോലെ വന്ന് പെട്ടല്ലോ ഇവിടെ. ജാതകപ്രകാരം ആദ്യ രാത്രി ഇവളുടെ കൂടെ, അടുത്ത ദിവസം നിന്റെ കൂടെ. എടാ ബല്ലാരി, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ആദ്യം മുഹൂർത്തം തെറ്റാതെ നോക്കിക്കോ. ആദ്യം ഇവിടെ കഴുത്തിൽ ഒരു താലി കെട്ട്. എടോ തിരുമേനി, മന്ത്രം ചൊല്ലിയതൊക്കെ മതി. ആദ്യം താലി എടുത്തു കൊടുക്കും. എന്തിനാടി തൊള്ളയിടുന്നത്? ഞാൻ വരുമെന്ന് നീ പ്രതീക്ഷിച്ചില്ലല്ലേ? എന്റെ മരണം പോലും നിന്റെ മരണത്തിന് വേണ്ടി സൈഡ് വാങ്ങിയിരിക്കുന്നു. ഇവരെ പോലെ ഇതുപോലെ തുള്ളിയിട്ടാണ് നിന്റെ അനിയൻ എന്റെ കൈകൊണ്ട് ചത്തത്. അന്ന് നീ രക്ഷപ്പെട്ടത് ഇന്നിവിടെ എന്റെ കൈകൊണ്ട് ചാവാനാടാ. എന്റെ മനസ്സിന് ബലമുണ്ട്, എന്റെ അനിയന് ദേഹബലമുണ്ട്. എടാ ബല്ലാരി, ഈ നാട്ടുകാരെല്ലാരും ഇനി ഇവന്റെ മരണം കണ്ടു വേണം പേടിച്ച് വിറയ്ക്കാൻ. കൊന്നു തള്ളടാ അവനെ. ഇവന് എന്റെ ആവശ്യമൊന്നുമില്ല, എന്റെ രംഗമതി. എടാ രംഗ, അന്ന് നിന്റെ ചേട്ടനെ കൊന്നവനെ കൊന്നേ പറ്റുമെന്നും പറഞ്ഞ് കത്തിയും പൊക്കി വന്നവനല്ലേ നീ? ആ സമയമായിരിക്കുന്നു. നിന്റെ ദേശത്തെ കത്തിയാക്കി മാറ്റ്, നിന്റെ ഭയം ഫലമാക്കി മാറ്റ്. നിന്റെ ചേട്ടനെ കൊന്നവന് ഒരു പ്രാവശ്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എഴുന്നേക്ക്.
അന്തസ്സോടെ ജീവിച്ചു പോയി. അന്തസ്സായിട്ട് ഞാൻ മരിക്കൂ. കനകയാടാ ഞാൻ. രണ്ടുപേരും ഒരുമിച്ചാ ജനിച്ചേ. ഇപ്പൊ മരിച്ചത് ഒരുമിച്ച്. ശല്യം തീർന്നു. എന്റെ അമ്മേ, അങ്ങനെ ശങ്കർ സാറ പ്രശ്നമല്ല ശരിയാക്കി. ഇതോടെ ആ കനകത്തിന്റെ ശല്യം തീർന്നു. നമ്മൾ റിലാക്സ് ആയി. ഫോൺ റിംഗ് അടിക്കുന്നു സാറേ. ഹലോ. ആ അങ്ങനെയാണോ? എന്താണോ ഇത്? കനകത്തെയും ബല്ലാരിയെ കൊന്നത് ഞാനാണെന്നാ പറയുന്നത്. പ്രൊമോഷൻ, അവാർഡ്, റിവാർഡൊക്കെ എനിക്കാണെന്ന്. സാറേ, ശങ്കർ സാർ വന്ന് എല്ലാത്തിനെയും ശരിയാക്കി. ക്രെഡിറ്റ് സാറിനും കിട്ടി. പ്രൊമോഷൻ വാങ്ങിയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കും സാറേ, അധികാരത്തോടെ.